ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين. أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രശസ്തമായ ഒരു ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് എഴുതിയ റിസാലയാണ് നാം ഇവിടെ പറയുന്നത്. അതിൻ്റെ പ്രസക്തമായ ചില ഭാഗങ്ങൾ വായിക്കുകയും ബാക്കിയുള്ളത് അതിൻ്റെ ആശയം പറയാനുമാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ ഭാഗവും വായിക്കുക എന്നുള്ളത് നമ്മുടെ ഈ കുറഞ്ഞ സമയത്ത് സാധിക്കില്ല. ഇമാം അഹ്മദും അതുപോലെ അന്നസായി വതിർമിദി വബ്നു ഹിബ്ബാൻ എന്നിവരെല്ലാം ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസ് കഅബ് ഇബ്നു മാലിക് അൽ അൻസാരി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഉദ്ധരിക്കുന്നു. മാ ദിബാനി ജാഇആനി ഉർസിലാ ഫീ ഗനമിൻ ബിഅഫ്സദ ലഹാ മിൻ ഹിർസിൽ മർഇ അലൽ മാലി വശറഫി ലിദീനിഹി. മാ ദിബാനി ജാഇആനി ഉർസിലാ ഫീ ഗനമിൻ. രണ്ട് ചെന്നായ്ക്കൾ അവർ ഒരാട്ടുംകൂട്ടത്തിലേക്ക് പറഞ്ഞയച്ചാൽ, രണ്ട് ചെന്നായ്ക്കൾ ആട്ടുംകൂട്ടത്തിലേക്ക് വന്നാൽ ബിഅഫ്സദ ലഹാ അവരുണ്ടാക്കുന്ന ഫസാദ് ബിഅഫ്സദ ലഹാ മിൻ ഹിർസിൽ മർഇ അലൽ മാലി വശറഫി ലിദീനിഹി. ഒരു മനുഷ്യന് പണത്തിനോടും പ്രതാപത്തിനോടുമുള്ള അതിയായ ആഗ്രഹം അല്ലെങ്കിൽ ആർത്തി അവന്റെ ദീനിലുണ്ടാക്കുന്ന ഫസാദിനേക്കാൾ വലുതല്ല. രണ്ട് ചെന്നായ്ക്കൾ ഒരാട്ടുംകൂട്ടത്തിൽ ഉണ്ടാക്കുന്ന ഫസാദ് ഒരു മനുഷ്യന്റെ ദീനിന് അവന് പണത്തിനോടും പ്രതാപത്തിനോടുമുള്ള അതിയായ ആഗ്രഹം ആർത്തി ഉണ്ടാക്കുന്നതിനേക്കാൾ വലിയ ഫസാദല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഹദീസ് വേറെയും റിവായത്തുകളിൽ ചില വാക്കുകളുടെ വ്യത്യാസത്തിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇബ്നു അബ്ബാസ്, അബൂ ഹുറൈറ, ഉസാമത്ത് ഇബ്നു സെയ്ദ്, അതുപോലെ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹും അവരിൽ നിന്നെല്ലാം ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഉപമയിലൂടെയാണ് ഒരു മനുഷ്യന്റെ ദീനിനെ ഫസാദാക്കുന്ന രണ്ട് കാര്യങ്ങളെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ആ രണ്ട് കാര്യങ്ങളോടുള്ള ആർത്തി, അതിയായ ആഗ്രഹം. ഒന്ന് അൽമാൽ, സമ്പത്ത്, പണം. രണ്ട് അഷറഫ്, പ്രതാപം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രശസ്തി, പദവി, സ്ഥാനം, ആ തരത്തിലുള്ള കാര്യങ്ങൾ. ഇവിടെ എന്താണ് ചെന്നായ്ക്കൾ ആടുകളുമായി ബന്ധിപ്പിച്ച് പറയാനുള്ള കാരണം? ചെന്നായ എന്നത് മറ്റുള്ള മൃഗങ്ങളെക്കാൾ അക്രമമുണ്ടാക്കുന്ന ഒരു ജീവിയാണ്. ഉദാഹരണത്തിന്, ഒരു സിംഹം മറ്റൊരു മൃഗത്തെ ആക്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് ഭക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ആട്ടുംകൂട്ടത്തിലേക്കാണ് സിംഹം പോകുന്നതെങ്കിൽ അതിന്റെ ആവശ്യത്തിന് അതിന് ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളതിന് അത് വിടും, എന്നിട്ട് അതിന്റെ കാര്യം നോക്കി പോകും. പക്ഷേ ചെന്നായ്ക്കൾ അതിനാവശ്യമില്ലെങ്കിൽ കൂടി മറ്റുള്ള ആടുകളെയെല്ലാം ഒന്ന് ആക്രമിച്ച് അതിനെയെല്ലാം അപകടപ്പെടുത്തിയിട്ട് പോകുന്ന ജീവികളാണ്. അത്രയും അക്രമപരമായിട്ടുള്ള ജീവികളാണ് ചെന്നായ്ക്കൾ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെ ദീനിന്, അവന്റെ ദീന് സംരക്ഷിക്കുകയും പണത്തിനോടും പ്രതാപത്തിനോടുമുള്ള ആർത്തിയും കൂടി ഒരുമിച്ച് കൊണ്ടുപോവുക എന്നുള്ളത് സാധിക്കില്ല. അത് അവന്റെ ദീനിനെ ഏതു തരത്തിലും ഫസാദാക്കി കളയുന്ന ഒരു കാര്യമാണ്. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ആദ്യം പറയുന്നു, സമ്പത്തിനോടുള്ള ആർത്തി അല്ലെങ്കിൽ അതിയായ ആഗ്രഹം അത് രണ്ട് തരത്തിലാണ്. അതിലൊന്നാമത്തേത് ഷിദ്ദത്തു മഹബ്ബത്തിൽ മാലി മഅ ഷിദ്ദത്തി ത്വലബിഹി മിൻ വുജൂഹിഹി അൽ മുബാഹ. അനുവദിക്കപ്പെട്ട
കാര്യങ്ങളിലൂടെ തന്നെ സമ്പാദിക്കുന്നതിൽ അങ്ങേയറ്റത്തെ ഒരു ഇഷ്ടം, അതിനുവേണ്ടി കഠിനമായി പരിശ്രമിക്കുക, അവന്റെ എല്ലാ പരിശ്രമവും കഷ്ടപ്പാടുമെല്ലാം അനുവദനീയമായ ഹലാലായ രീതിയിൽ തന്നെ സമ്പത്ത് നേടിയെടുക്കാൻ മാത്രമായിട്ട് അവന്റെ പരിശ്രമങ്ങളാവുക. ഇതാണ് ഒന്നാമത്തെ ഇനം സമ്പത്തിനോടുള്ള ഇഷ്ടമെന്ന് പറയുന്നത്. എന്നിട്ട് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറയാണ്, ഒരാൾ സമ്പാദിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ സമ്പത്തിനോടുള്ള ഈ ആർത്തി എന്നത് അവന്റെ സമയം നഷ്ടപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അവന്റെ ഈ ആയുസ്സിൽ കുറക്കുന്നു എന്നല്ലാതെ മറ്റൊരു ദീനിയായ നേട്ടം അവൻ ഉണ്ടാക്കുന്നില്ല എങ്കിൽ അതുകൊണ്ടൊരു കാര്യമില്ല. ഒരാൾ ഒരുപാട് സമ്പാദിക്കുന്നുണ്ട്, പക്ഷെ അതവന് ദീനിയായിട്ടൊരു ഉപകാരം ഉണ്ടാക്കുന്നില്ല എങ്കിൽ അവന്റെ ആയുസ്സിന്റെ സമയം അതിനുവേണ്ടി ചെലവാക്കി എന്നല്ലാതെ ഒരു ഗുണം അവൻ ഉണ്ടാക്കുന്നില്ല. കാരണം ആ സമയം കൊണ്ട് അവന് നാളെ സ്വർഗത്തിലേക്ക്, അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഉന്നതമായ ദർജകൾ ലഭിക്കാൻ കാരണമാകും. എന്നാൽ ഈ സമ്പത്തിന്റെ കാര്യത്തിലോ, അവൻ ഈ സമ്പത്ത് ഒരുമിച്ച് കൂട്ടുന്നു, എന്നിട്ട് അവനാണെങ്കിലോ അത് അവന്റെ ബാക്കിയുള്ളവർക്ക് വേണ്ടി വിട്ടേച്ചു പോകുന്നു. നാളെ പരലോകത്ത് അവൻ അതിന് വിചാരണ ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അവന് അതിനുകൊണ്ട് വേറൊരു ഗുണവുമില്ലാത്ത അവസ്ഥയിലായി മാറും. ഒരു കവി പാടി, വമയ്യുംഫിഖിൽ അയ്യാമ ഫീ ജംഇ മാലിഹി മഖാഫത ഫഖ്രി ഫല്ലദീ ഫഅലൽ ഫഖർ. ആരാണോ ദാരിദ്ര്യം പേടിച്ചുകൊണ്ട് അവന്റെ ആയുസിന്റെ ദിവസങ്ങളിൽ സമ്പത്ത് ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി പരിശ്രമിച്ചത്, അവനാണ് യഥാർത്ഥത്തിൽ ദാരിദ്ര്യം ബാധിച്ചവൻ. വലാ തഹ്സബന്നൽ ഫഖറ മിൻ ഫഖ്ദിൽ ഗിനാ വലാകിൻ ഫഖ്ദദ്ദീൻ മിൻ അഅ്ളമിൽ ഫഖർ. ഒരിക്കലും ഒരു സാമ്പത്തികമായ ഉയർച്ച, ഐശ്വര്യം നഷ്ടപ്പെട്ടു എന്നുള്ളതല്ല യഥാർത്ഥത്തിൽ ദാരിദ്ര്യം. യഥാർത്ഥത്തിൽ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ അവന്റെ ദീന് നഷ്ടപ്പെടുന്നതാണ്. പണ്ഡിതന്മാരിൽപ്പെട്ട ഒരു വ്യക്തിയോട് ഒരിക്കൽ പറയപ്പെട്ടു, ഇന്ന ഫുലാനൻ ജമഅ മാലൻ, ഇന്നാലിന്റെ വ്യക്തി ധാരാളം സമ്പാദിച്ചു, ധാരാളം സമ്പത്ത് ഒരുമിച്ച് കൂട്ടി എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം തിരിച്ചു ചോദിച്ചു, ഫഹൽ ജമഅ അയ്യാമൻ യുൻഫിഖുഹു ഫീഹാ, അവൻ ദിവസങ്ങൾ ഒരുമിച്ച് കൂട്ടിയോ? ഇത് ചെലവഴിക്കാനുള്ള ദിവസങ്ങൾ അവൻ ഒരുമിച്ച് കൂട്ടാൻ സാധിച്ചോ എന്ന് ചോദിച്ചു. പറഞ്ഞില്ല, ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മാ ജമഅ ഷൈഅൻ, അവനൊന്നും ഒരുമിച്ച് കൂട്ടിയിട്ടില്ല, അവനൊന്നും ഒരുമിച്ച് കൂട്ടിയിട്ടില്ല. അതായത് നമ്മുടെ സമയം, നമ്മുടെ ആയുസ് അതെന്തിനു വേണ്ടി ചെലവഴിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലുള്ള വിശ്വാസവും അള്ളാഹു നമുക്ക് വിധിച്ചത് യാതൊരു തടസ്സവുമില്ലാതെ തന്നെ നമുക്ക് വന്നു കിട്ടും എന്നുള്ള വിശ്വാസത്തിൽ അള്ളാഹു അനുവദിച്ച രീതിയിൽ ആർത്തിയില്ലാതെ പരിശ്രമിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ യഖീനു അല്ലാ തുർളിയൻ നാസ ബിസഖത്തില്ലാ. യഖീൻ എന്ന് പറഞ്ഞാൽ, ദൃഢത എന്ന് പറഞ്ഞാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കോപിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ തൃപ്തിപ്പെടുത്താതിരിക്കലാണ്. വലാ തഹ്സുദു അഹദൻ അലാ റിസ്ഖില്ലാ, അള്ളാഹു നൽകിയ റിസ്കിന്റെ പേരിൽ ഒരാളോടും അസൂയ വെക്കാതിരിക്കലാണ്. വലാ തലൂമു അഹദൻ അലാ മാ ലം യുഅ്തിക അല്ലാഹ്, അള്ളാഹു നിനക്ക് നൽകാത്തതിന്റെ പേരിൽ ഒരാളെയും ആക്ഷേപിക്കാതിരിക്കലാണ്. അതാണ് യഖീൻ എന്ന് പറഞ്ഞാൽ. എന്നിട്ട് പറയാണ്, ഫഇന്ന റിസ്ഖ ലാ യസൂഖുഹു ഹിർസു ഹരീസിൻ, ഒരാൾ എത്ര ആർത്തി കാണിച്ചാലും അവൻ ആ ആർത്തി കൊണ്ട് എന്ത് കിട്ടാൻ പോണില്ല? റിസ്ക് കിട്ടാൻ പോകുന്നില്ല. വലാ യറുദ്ദുഹു കറാഹതു കാരിഹിൻ, ഒരാൾക്ക് റിസ്ക് വേണ്ട എന്ന് പറഞ്ഞ് അതിനോട് വെറുപ്പ് കാണിച്ചാൽ അവൻ എന്ത് ചെയ്യാൻ പോണില്ല? അത് തടയപ്പെടാനും പോണില്ല. ഫഇന്ന അല്ലാഹ ബിഖിസ്തിഹി ജഅല അർ-റൗഹ വൽ ഫർഹ ഫിൽ യഖീൻ വജിദാ, അള്ളാഹു നീതിപൂർവമായി കൊണ്ട് ഒരാൾക്ക് റാഹത്തും സന്തോഷവും വെച്ചിട്ടുള്ളത് അള്ളാഹുവിലുള്ള ദൃഢമായ വിശ്വാസത്തിലും അള്ളാഹുവിലുള്ള തൃപ്തിയിലുമാണ്. അള്ളാഹു തആല ദുഃഖവും വേവലാതിയും എല്ലാം വെച്ചിട്ടുള്ളത് അള്ളാഹുവിലുള്ള സംശയത്തിലും അള്ളാഹുവിലുള്ള കോപത്തിലുമാണ്. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല കയ്യിലാണ് എന്റെ റിസ്ക് എന്ന് ഉറച്ചു വിശ്വസിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവൻ ഈ സമ്പത്തിനോടുള്ള, പണത്തിനോടുള്ള ആർത്തി ഒഴിവാക്കാൻ സാധിക്കും. മറ്റൊരു അസറിൽ കാണാം, അർ-റിസ്ഖു മഖ്സൂമുൻ വൽ ഹരീസു മഹ്റൂമുൻ. റിസ്ക് എന്ന് പറഞ്ഞാൽ അത് വീതിക്കപ്പെട്ട ഒരു കാര്യമാണ്. ആർത്തി കാണിക്കുന്നവനോ യഥാർത്ഥത്തിൽ തടയപ്പെട്ടവനാണ്. അവനെ ആർത്തി കാണിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. വീതിക്കപ്പെട്ട റിസ്കിനേക്കാൾ കൂടുതലൊന്നും അവന് കിട്ടാൻ പോകുന്നില്ല. ഇബ്നു ആദം, മനുഷ്യ, ഇദാ അഫ്നൈത ഉംറക ഫീ തലബിദ് ദുനിയ, നിന്റെ ആയുസ് ദുനിയാവ് തേടിക്കൊണ്ട് നീ തീർക്കുകയാണെങ്കിൽ ഫമതാ തത്ലുബുൽ ആഖിറ, നീ എപ്പോഴാണ് പരലോകത്തെ തേടുക? പരലോകത്തിന് വേണ്ടി നീ എപ്പോഴാണ് പണിയെടുക്കുക എന്ന് പറഞ്ഞത് കാണാം. അപ്പൊ സഹോദരങ്ങൾ, ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ ഏതൊരു മനുഷ്യന്റെയും ദീനിനെ നശിപ്പിക്കുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ
പണം, അതുപോലെ തന്നെ ഈ പദവി, പ്രതാപം, 3 പെണ്ണ്. ഈ 3 ഒരു മനുഷ്യൻ നേരിടുന്ന ഫിത്ന. ഇതിൽ ഈ 2 കാര്യങ്ങളെ ഈ ഹദീസിൽ പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ സലഫുകളിൽപ്പെട്ട അബ്ദുൽ വാഹിദ് ഇബ്നു സെയ്ദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം അല്ലാഹുവിൽ സത്യം ചെയ്തുകൊണ്ട് പറയാണ്, അൽ ഹിർസുൽ മർഇ ഹിർസുൽ മർഇ ലഹിർസുൽ മർഇ അല ദുനിയ അഖ്വഫു ഇൻദി മിൻ അഅദാഇഹി. ഒരു മനുഷ്യന് ദുനിയാവിനോടുണ്ടാകുന്ന ആർത്തി, അത് ഞാൻ ഭയപ്പെടുന്നു, എന്റെ ഏറ്റവും വലിയൊരു ശത്രുവിനേക്കാൾ ഞാൻ ഭയപ്പെടുന്ന കാര്യമാണത്. കാരണം അവനെ ഏതൊരു തരത്തിലും നശിപ്പിച്ചു കളയുന്ന കാര്യമാണത്. അദ്ദേഹം തന്നെ പറഞ്ഞ മറ്റൊരു അസറിൽ കാണാം, അൽ ഹിർസു ഹിർസാൻ. ഒരാൾക്കുണ്ടാകുന്ന ആർത്തി, താല്പര്യം എന്ന് പറഞ്ഞാൽ 2 തരത്തിലാണ്. ഹിർസുൻ ഫാജിഉൻ വഹിർസുൻ നാഫിഉൻ. ഒരു ഉപകാരമില്ലാത്ത, ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു ആർത്തി, അതുപോലെ തന്നെ ഉപകാരപ്രദമായിട്ടുള്ളത്. ഉപകാരപ്രദമായിട്ടുള്ള ആർത്തി എന്ന് പറഞ്ഞാൽ ഫഹിർസുൽ മർഇ അലാ ത്വാഅത്തില്ലാഹ്, അല്ലാഹുവിനെ അനുസരിക്കാൻ കാണിക്കുന്ന അതീവ താല്പര്യവും ആഗ്രഹവുമല്ല. വമ്മൽ ഹിർസുൽ ഫാജി, ഉപദ്രവം ഉണ്ടാക്കുന്നതോ ഫഹിർസുൽ മർഇ അലാ ദുനിയ വഹുവ മശ്ഗൂലുൻ മുഅദ്ദബുൻ. ദുനിയാവിന്റെ വിഷയങ്ങളിൽ ഒരാൾക്ക് ഉണ്ടാകുന്ന ആർത്തിയാണ്. അവനാണെങ്കിൽ ആ തിരക്കുകളിൽ മുഴുകിയവനായിരിക്കും, അവനാണെങ്കിൽ ശിക്ഷിക്കപ്പെട്ടവനുമാണ്. എന്താ കാരണം? ലാ യുസറു വലാ യുലദ്ദു ബിജംഇഹി ലിശുഗ്ലിഹി. ദുനിയാവിന്റെ ആ വിഷയത്തിൽ മുഴുകുന്നത് കൊണ്ട് അത് യഥാർത്ഥത്തിൽ ആസ്വദിക്കാനോ അതിൽ സന്തോഷം കണ്ടെത്താനോ അവന് സാധിക്കില്ല. ഫലാ യഫ്റുഖു മിൻ മഹബ്ബത്തി ദുനിയാ ലിആഖിറതിഹി കദാലിക്. അവന് ദുനിയാവിനോടുള്ള ഇഷ്ടം കാരണത്താൽ പരലോകത്തിന് വേണ്ടി ഒഴിവായി നിൽക്കാനും പറ്റൂല. വഗഫലതുഹു അമ്മാ യദൂമു യബ്ഖാ. അവന്റെ ഗഫ്ലത്താണെങ്കിലോ അതെന്നും നിലനിൽക്കുന്ന അവസ്ഥയുമായിരിക്കും. അതായത് നമ്മൾ നമ്മുടെ സമയം എന്തിനു വേണ്ടിയാണ് ചെലവഴിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹവും ആർത്തിയും എന്തിനോടാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. അത് പരലോകത്തെ കാര്യങ്ങൾ നേടിയെടുക്കാൻ, അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനം നേടിയെടുക്കാനാണോ, അതല്ല ദുനിയാവിലെ കാര്യങ്ങൾ നേടിയെടുക്കാനാണോ? ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറയാണ്, കതബ ബഅദുൽ ഹുകമാ ഇലാ അഖിൻ ലഹു കാന ഹരീസൻ അല ദുനിയ. ദുനിയാവിനോട് അങ്ങേയറ്റത്തെ ആർത്തിയും താല്പര്യവും ഉണ്ടായിരുന്ന ചില ആളുകളോട് ചില പണ്ഡിതന്മാർ എഴുതി, അമ്മാ ബഅദ് ഫഇന്നക അസ്ബഹത ഹരീസൻ അല ദുനിയ. നീ ദുനിയാവിനോട് വലിയ താല്പര്യമുള്ളവനായി മാറിയിട്ടുണ്ട്. തഖ്ദിമുഹാ വഹിയ തുഖ്രിജുക അൻ നഫ്സിഹാ ബിൽഇറാലി വൽ അംറാലി വൽ ആഫാതി വൽ ഇലൽ. നീ അതിനെ സേവിക്കാൻ നോക്കുന്നു, അതാണെങ്കിലോ നിന്നെ രോഗം കൊണ്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടും നിന്നെ പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ്. كأنك لم ترى حريصا محروما وزاهدا مرزوقا ولا ميتا عن كثير ولا متبلغا من الدنيا باليسير. നീ ആരെ പോലെയാണ്? ഒരു ആർത്തി കാണിക്കുന്നവൻ, തടയപ്പെട്ടവനായിട്ടുള്ള ഒരാളെ നീ കാണാത്ത പോലെ. അഥവാ ഒരുപാട് കാണിക്കുന്നുണ്ടാവും, ഒരുപാട് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അവന് കിട്ടുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകളെ നീ കാണാത്തവനെ പോലെയാണ് നീ. അതല്ലെങ്കിൽ ഉസാഹിദൻ മർസൂഖൻ, വലിയ ദുനിയാവിനോട് താല്പര്യമില്ലാത്ത ഒരാൾ, പക്ഷെ റിസ്ക് നൽകപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ജീവിക്കുന്ന ഈ ദുനിയാവിൽ ആ ആളുകളെ കാണാത്ത പോലെയാണ് നീ ഈ താല്പര്യം കാണിക്കുന്നത് എന്ന് പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഒരു അറാബി തന്റെ സഹോദരനെ, ദുനിയാവിനോട് അതിയായി താല്പര്യം കാണിക്കുന്ന തന്റെ സഹോദരനെ ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞു, യാ അഖി, എന്റെ സഹോദര, അൻത ത്വാലിബുൻ വ മത്ലൂബുൻ. നീ തേടുന്നവനും തേടപ്പെടുന്നവനുമാണ്. നിനക്കൊരിക്കലും നഷ്ടപ്പെടാത്തൊരു കാര്യമാണ് നീ തേടുന്നത്. അള്ളാഹു നിനക്ക് വിധിച്ചിട്ടുള്ള, തീരുമാനിച്ചിട്ടുള്ള റിസ്ക് നിനക്ക് നഷ്ടപ്പെടാൻ പോകുന്നില്ല. നീ പിന്നെ തേടപ്പെടുന്നതോ അതെന്താണ്? നിനക്ക് മതിയായത് എന്താണോ അതാണ് നിനക്ക് തേടപ്പെടുന്നതും എന്ന് പറഞ്ഞു. നേരത്തെ പറഞ്ഞ പോലുള്ള അതേ വാചകങ്ങൾ. അപ്പൊ ഈ ഒന്നാമത്തെ ഇനം എന്ന് പറഞ്ഞാൽ ഹലാലായിട്ടുള്ള കാര്യങ്ങൾ, ഹലാലായ രീതിയിൽ തന്നെ സമ്പത്ത് നേടാൻ അതിയായ താല്പര്യം, അതിയായ ആഗ്രഹം കാണിക്കുന്നതിനാണ് ഒന്നാമത്തെ ഇനമായി പറഞ്ഞത്. അന്നൗഉസ്സാനി, രണ്ടാമത്തെ ഇനം പറയുന്നത് മിനൽ ഹിർസി അലൽ മാലി അൻ യസീദ അലാ മാ സബഖ ദിക്റുഹു ഫി നൗഇൽ അവ്വൽ ഹത്താ യത്ലുബൽ മാല മിനൽ വുജൂഹിൽ മുഹറമ. ഹറാമായ രീതിയിൽ സമ്പത്ത് തേടുക, ഹറാമായ രീതിയിൽ സമ്പത്തിന്റെ ആർത്തിയോട് കാണിച്ചു തേടുക. വയംനഉൽ ഹുഖൂഖൽ വാജിബ, നിർബന്ധമായി വീട്ടിൽ കൊടുക്കേണ്ട മറ്റു പല വാജിബുകളും അതിന് വീട്ടിൽ കൊടുക്കാതെ രീതിയിൽ. ഫഹാദ മിനശ്ശുഹിൽ മദ്മൂം, അത് ആക്ഷേപിക്കപ്പെട്ടിട്ടുള്ള പിശുക്കിന്റെ ഇനത്തിൽപ്പെടുന്നതാണ്. പിശുക്ക്, ശുഹ എന്നുള്ള വാക്ക് പിശുക്കിനേക്കാൾ ഒന്നുകൂടി വ്യാപക അർത്ഥത്തിലുള്ളതാണ്. അഥവാ മറ്റൊരാളുടെ അവകാശങ്ങൾ കൂടി
എനിക്ക് വേണം എന്ന് ആഗ്രഹിച്ചു കൊണ്ടുള്ള അവസ്ഥക്കാണ് ഷുഹ് എന്ന് പറയുക. പിശുക്ക് എന്നുള്ള വാക്കിന് ബുഖ്ലി എന്നുള്ള വാക്കിൽ തന്നെ അവിടെ നിൽക്കും. അപ്പൊ ആ രീതിയിൽ മറ്റൊരാളുടെ അവകാശങ്ങൾ കൂടി നേടിയെടുക്കുന്ന രീതിയിൽ ഹറാമായ രീതിയിൽ സമ്പത്ത് നേടാനുള്ള ആർത്തി, അവൻ ഹലാലിന്റെ പരിധികൾ ലംഘിച്ച് പലിശയാവട്ടെ മറ്റുള്ള രീതിയിലാവട്ടെ അതിന്റെ പിന്നാലെ പോകുന്ന അവസ്ഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖുശ്ശുഹ, നിങ്ങൾ ഷുഹിനെ സൂക്ഷിക്കണം. അഥവാ പിശുക്ക് അധികരിച്ചു പോയി മറ്റുള്ളവരുടെ അവകാശങ്ങൾ കൂടി നേടിയെടുക്കണമെന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്ന ശുഹ അഹ്ലക മൻ കാന ഖബ്ലകും, തീർച്ചയായിട്ടും മുൻഗാമികളെ നശിപ്പിച്ച കാര്യമാണ് ഈ ഷുഹ് എന്നത്. അമറഹും ബിൽ ഖതീഅതി ഫഖതഉ, ഈ പിശുക്കിന്റെ പേരിൽ അവരെന്തായി, അവര് ബന്ധങ്ങൾ മുറിക്കാൻ അവരോട് കൽപ്പിച്ചു, അവരത് മുറിച്ചു, ബന്ധങ്ങൾ മുറിച്ചു. വഅമറഹും ബിൽ ബുഖ്ലി ഫബഖിലു, അവരങ്ങേയറ്റം മറ്റുള്ളവർക്ക് കാര്യങ്ങൾ നൽകാതെ അവര് ആ രീതിയിലായി. വഅമറഹും ബിൽ ഫുജൂരി ഫഫജറു, ആ പിശുക്ക് കാരണത്താൽ തെമ്മാടിത്തരങ്ങൾ അവരോട് കൽപ്പിച്ചു, അവർ തെമ്മാടിത്തരങ്ങൾ ചെയ്യാൻ തുടങ്ങി എന്ന് കാണാൻ സാധിക്കും. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖു ശുഹ ഫഇന്ന ശുഹ അഹ്ലക മൻ കാന ഖബ്ലകും, തീർച്ചയായും ഈ ഷുഹിനെ, മറ്റുള്ളവരുടെ അവകാശങ്ങൾ കൂടി നേടിയെടുക്കാനുള്ള നിങ്ങളുടെ ഈ ആഗ്രഹത്തെ നിങ്ങൾ സൂക്ഷിക്കണം, അത് മുൻഗാമികളെ നശിപ്പിച്ചതാണ്. ഹമലഹും അലാ അൻ സഫകു ദിമാഅഹും വസ്തഹല്ലു മഹാരിമഹും, അത് രക്തം ചീന്താനും ഹറാമുകളെ ഹലാലായി കാണാനും പ്രോത്സാഹിപ്പിക്കുന്ന പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭക്ഷണത്തിലാവട്ടെ പാനീയങ്ങളിലാവട്ടെ വിവാഹത്തിലാവട്ടെ നമുക്ക് ഹലാലായിക്കൊണ്ട് ഏറ്റവും ത്വയ്യിബായത് അനുവദനീയമാക്കിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ആരെങ്കിലും ചിന്തിക്കുകയോ അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തേക്ക് മറികടക്കുകയോ ചെയ്യുമ്പോൾ അവനാണ് ഈമാനിന്റെ പരിധിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. എന്താണോ അള്ളാഹു അവന് തീരുമാനിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അള്ളാഹു ഹലാലാക്കിയിട്ടുള്ളത് അതിൽ ഒതുങ്ങി നിൽക്കുന്നവൻ അവനാണ് ഈമാനുള്ളവൻ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഈ ഷുഹ് അഥവാ ഹറാമായ രീതിയിൽ സമ്പത്ത് നേടിയെടുക്കണമെന്നുള്ള ഈ ഒരു അവസ്ഥ, അതും ഈമാനും ഒരാളിലും ഒരുമിച്ചുണ്ടാകില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യജ്തമിഉ ശുഹ് വൽ ഈമാൻ ഫീ മുഅ്മിനിൻ, ഒരു മുഅ്മിനിൽ ഈമാനും അതുപോലെ ഷുഹും കൂടി ഒരുമിച്ച് വരുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. അപ്പോ ഹറാമായ രീതിയിൽ സമ്പത്ത് നേടിയെടുക്കാൻ പോവുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഇനമായിട്ട് പറഞ്ഞത്. അപ്പോ പണത്തിനോടുള്ള ആർത്തി, താല്പര്യം എന്നുള്ളത് ഒന്നാമത്തേത്. ഹലാലായതിൽ തന്നെ നമ്മുടെ സമയവും നമുക്ക് വിലപ്പെട്ട പരലോകത്തിന് വേണ്ടി പണിയെടുക്കേണ്ട സമയം അതിൽ മാത്രം മുഴുകിക്കൊണ്ട് ചെലവഴിക്കുന്നത് അത് അവന് നഷ്ടപ്പെടുന്ന കാര്യമാണ്. രണ്ടാമത്തേത്, ഹറാമായ രീതിയിൽ ആ സമ്പത്തിന്റെ ഹക്കുകളെ വീട്ടിക്കൊടുക്കാതെ മറ്റുള്ളവരുടെ അവകാശങ്ങളെ വെട്ടിയെടുത്ത് നേടിയെടുക്കുന്ന അവസ്ഥ, അത് ഷുഹയിൽപ്പെട്ട കാര്യമാണ്. എന്നിട്ട് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് ഷറഫിനോട് അഥവാ പ്രതാപം, പ്രശസ്തി, പദവി, സ്ഥാനം ഇതുപോലെയുള്ള കാര്യങ്ങളോടുള്ള ഹിർസിനെ പറ്റി പറയാണ്. എന്നിട്ട് പറയാണ്, വഅമ്മ ഹിർസുൽ മർഇ അല ശറഫ് ഫഹാദാ അശദ്ദു ഹലാകൻ മിനൽ ഹിർസി അലൽ മാൽ, സമ്പത്തിനോടുള്ള ആ ആർത്തിയേക്കാൾ ഒരുവനെ നശിപ്പിക്കുന്ന കാര്യമാണ് ഈ പ്രതാപത്തിനോടുള്ളത്. ഫഇന്ന ത്വലബ അശ്ശറഫി ദുനിയ വരിഫഅത ഫീഹാ വരിയാസത അലൻ നാസി വൽ ഉലുവ ഫിൽ അർദ് അവറു അലൽ അബ്ദി മിൻ ത്വലബിൽ മാൽ, ദുനിയാവിൽ പ്രതാപം ഉണ്ടാകണം, ഉയർച്ചയുണ്ടാകണം, നേതൃത്വം ഉണ്ടാകണം, ആ രീതിയിലുള്ള തേട്ടം എന്നുള്ളത് സമ്പത്ത് തേടുന്നതിനേക്കാൾ ഒരുത്തിന് നാശമുണ്ടാക്കും. വവററുഹു അഅദം വസ്സുഹ്ദു ഫീഹി അസ്അബ്, അതിന്റെ ദോഷം വളരെ വലുതാണ്, അതിനോട് വിരക്തി കാണിക്കുക എന്നുള്ള ബുദ്ധിമുട്ടുള്ള കാര്യവുമാണ്. ഫഇന്നൽ മാല യുബ്ദലു ഫീ ത്വലബി ദിയാസതി വശറഫ്, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാൾ പ്രതാപത്തിനും പ്രശസ്തിക്കും സ്ഥാനത്തിനും വേണ്ടി സമ്പത്ത് ചെലവഴിക്കും. അതായത് സമ്പത്ത് ഒരാൾ നേടുന്നത് ദോഷം ചെയ്യുന്നുണ്ട്, പക്ഷേ ആ വ്യക്തി തന്നെ പ്രതാപവും പ്രശസ്തിയും വേണ്ടിയിട്ട് അയാളുടെ സമ്പത്ത് ചെലവഴിച്ച് പ്രതാപം നേടിയെടുക്കും. നമ്മൾ കാണുന്നതാണ് നമ്മുടെ നാടുകളിൽ രാഷ്ട്രീയക്കാരും അതുപോലെയുള്ള ആളുകളൊക്കെ ഈ പ്രശസ്തിയും സ്ഥാനവും പ്രതാപവും എല്ലാം നേടാൻ വേണ്ടി അവരെ സമ്പത്ത് ചെലവഴിക്കും. അവർക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ആ സ്ഥാനവും പ്രതാപവുമാണ്. അതുകൊണ്ട് തന്നെ സമ്പത്തിനേക്കാൾ ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പ്രതാപം. എന്നിട്ട് ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാഹ് പറയുന്നു, ഷറഫിനോടുള്ള താല്പര്യവും രണ്ടിനുമുണ്ട്. ഒന്നാമത്തേത് ത്വലബു ശറഫി ബിൽ വിലായത്തി വസ്സുൽത്താനി വൽ മാൽ, ഒരാൾ അധികാരം ലഭിച്ച് മറ്റുള്ളവരെക്കാൾ അധികാരം തേടി അല്ലെങ്കിൽ സമ്പത്ത് തേടി ഒരാൾ പ്രതാപം ആഗ്രഹിക്കുക, മറ്റുള്ളവരെക്കാൾ അധികാരം അല്ലെങ്കിൽ സ്ഥാനം അല്ലെങ്കിൽ സമ്പത്ത് ഉണ്ടായിക്കൊണ്ട് പ്രതാപം തേടുക. വഹാദാ അഖ്തറു ജിദ്ദൻ, അത് അപകടമാണ്.
വഹുവ ഫിൽ ഗാലിബി യംനഉ ഖൈറൽ ആഖിറതി വശറഫഹാ വകറാമതഹാ വഇസ്സഹാ. കാരണം അത് പരലോകത്തിന്റെ പ്രതാപവും പരലോകത്തിന്റെ ആദരവും അവിടെയുള്ള എല്ലാ സ്ഥാനങ്ങളും ഇല്ലാതാക്കി കളയും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖസസിലെ 83-ാമത്തെ ആയത്തിൽ പറഞ്ഞു, തിൽക്കദ്ദാറുൽ ആഖിറ നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. പരലോകം ആർക്കുള്ളതാണ്? ദുനിയാവിൽ ഇതുപോലെ ഔന്നത്യം ആഗ്രഹിക്കാത്ത, കുഴപ്പമുണ്ടാക്കാത്ത ആളുകൾക്കുള്ളതാണ് പരലോകം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദുനിയാവിൽ പ്രതാപവും പ്രശസ്തിയും സ്ഥാനവും എല്ലാം തേടുന്ന ആളുകൾ, ആ ആളുകൾക്ക് പരലോകത്ത് അത് നേടാൻ സാധിക്കാതെ തടയപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരെ പ്രോത്സാഹിപ്പിക്കാത്ത കാര്യമാണ് ഒരു നേതൃത്വം, ഒരു ഇമാറത്ത് അത് ചോദിച്ചു വാങ്ങുക, ആ ഒരു സ്ഥാനം നേടിയെടുക്കുക എന്നുള്ളത്. കാരണം അങ്ങനെ ചോദിച്ചു വാങ്ങുന്ന ഒരു നേതൃസ്ഥാനം അതവന് സഹായം ചെയ്യപ്പെടാം, അള്ളാഹുവിൽ നിന്ന് സഹായം ലഭിക്കാത്ത അവസ്ഥയിലാണ് അത് അവസാനിക്കുക. അബ്ദുറഹ്മാൻ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അബ്ദുറഹ്മാൻ ലാ തസ്അലിൽ ഇമാറ, ഒരു സ്ഥാനം, നേതൃത്വം നീ ചോദിക്കരുത്. ഫഇന്നക ഇൻ ഉതൈതഹ അൻ മസ്അലത്തിൻ വുക്കിൽത ഇലൈഹാ, നീ ചോദിച്ചിട്ടാണ് നിനക്ക് ലഭിക്കുന്നതെങ്കിൽ അതിന്റെ എല്ലാ ഉത്തരവാദിത്വം നിന്നെ അള്ളാഹു ഏൽപ്പിക്കും, നീ തന്നെ അത് ഏറ്റെടുക്കുന്ന അവസ്ഥയാവും. വഇൻ ഉതൈതഹ മിൻ ഗൈരി മസ്അലത്തിൻ ഉഇൻത അലൈഹാ, നീ ചോദിക്കാതെയാണ് നിനക്ക് ലഭിക്കുന്നത് എങ്കിൽ നിനക്ക് അള്ളാഹുവിന്റെ സഹായം ലഭിക്കുകയും ചെയ്യും. നേതൃത്വം ലഭിക്കുക എന്നുള്ളതല്ല, അത് ആഗ്രഹിച്ച് ചോദിച്ചിട്ടാണോ അല്ലയോ എന്നുള്ളതാണ് അവിടെ വിഷയം. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മുടെ നാട്ടിൽ നമുക്ക് പലരെയും കാണാൻ സാധിക്കും, അവരുടെ ദീന് ഏതെങ്കിലും ഒരു സംവിധാനത്തിന്റെ നേതൃത്വവും അല്ലെങ്കിൽ പ്രതാപവും പ്രശസ്തിയും ലഭിക്കുമ്പോൾ അവരെ ദീന് നശിച്ചു പോകുന്ന അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. സലഫുകളിൽ ചിലർ പറയാറുണ്ട്, മാ ഹറസ അഹദുൻ അലാ വിലായത്തിൻ ഫഅദല ഫീഹാ, ഒരാളും ഒരു നേതൃത്വവും അധികാരവും ആഗ്രഹിച്ച് അത് ലഭിച്ചിട്ട് പിന്നെ അതിൽ നീതി കാണിച്ചിട്ടില്ല, ഒരാൾക്കും അതിന് ആ രീതിയിൽ സാധിക്കില്ല എന്ന് കാണാൻ സാധിക്കും. മറ്റൊരു ഹദീസിൽ, സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നകും സതഹ്രിസൂന അലൽ ഇമാറ, നിങ്ങൾ നേതൃത്വത്തിന് വേണ്ടി മത്സരിക്കുകയാണെങ്കിൽ വസതകൂനു നദാമതൻ യൗമൽ ഖിയാമ, അത് നിങ്ങൾക്ക് യൗമൽ ഖിയാമയിൽ ഖേദമായിരിക്കും. ഫനിഅമത്തിൽ മുർദിഅ വബിഅസത്തിൽ ഫാത്തിമ, അതിന്റെ തുടക്കം നല്ല രസമായിരിക്കും, പക്ഷെ അവസാനത്തിൽ മോശപ്പെട്ട അവസ്ഥയായിരിക്കും ഉണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ ഒരു മുസ്ലിം എന്ന രീതിയിൽ നമ്മുടെ ദീൻ നമുക്ക് സംരക്ഷിക്കണമെങ്കിൽ ആളുകൾക്കിടയിൽ ഒരു പ്രശസ്തിയോ സ്ഥാനമോ പദവിയോ പ്രതാപമോ ആഗ്രഹിക്കാത്ത ഒരവസ്ഥയിലായിരിക്കണം നമ്മൾ ഉണ്ടാകേണ്ടത്. ഇനി അതിൽ ഒളിഞ്ഞു കിടക്കുന്ന വലിയൊരു അപകടം, ഇൽമുള്ള ആളുകൾക്ക് മനസ്സിലാകുന്ന വലിയൊരു അപകടം, ചില ആളുകൾ ആഗ്രഹിക്കുക നമ്മൾ പറയുന്നത് പോലെ, ഇപ്പൊ ചില ആളുകൾ ഞാൻ പറയുന്നത് പോലെ ആളുകൾ ചെയ്യണം, ഞാൻ വിരോധിച്ചാൽ അത് ചെയ്യാതിരിക്കണം, ആ രീതിയിലാകണം എന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകൾ ഉണ്ടാവും. അതിന്റെ അപകടം എത്രത്തോളം വലുതാണെന്ന് വെച്ചാൽ ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ പറയാണ്, വഹബ്ബു ശറഫി ബിൽ ഹിർസി അലാ നുഫൂദിൽ അംരി വന്നഹി, ചില ആളുകൾ കൽപ്പനയും വിരോധനൊക്കെ എന്റെ നിയന്ത്രണത്തിലായിരിക്കണം എന്ന നിലക്ക് പ്രതാപം ആഗ്രഹിക്കുന്നുണ്ടാകും. വതദ്ബീരി അംരിന്നാസ്, ജനങ്ങളുടെ കാര്യം എല്ലാം നിയന്ത്രിക്കുന്ന ഞാനായിരിക്കണം. ഇദാ ഖസദ ബിദാലിക മുജറദ ഉലുവിൽ മൻസിലതി അലൽ ഖൽഖ് വതആലുമി അലൈഹിം വഇദ്ഹാരി സാഹിബ് ഹാദി ശറഫ് ഹാജത നാസി ഇഫ്തിഖാറഹും ഇലൈഹി, ഒരാൾ എപ്പോഴും ഇതുപോലൊരു സ്ഥാനത്തായിരിക്കണം, ഞാൻ ആളുകളെല്ലാം എന്നിലേക്ക് ആവശ്യക്കാരായിരിക്കണം, എന്നോട് ചോദിക്കണം, ഞാൻ പറയുന്ന പോലെ ആയിരിക്കണം ചെയ്യേണ്ടത് എന്നുള്ള ഒരു അവസ്ഥയിലാണെങ്കിൽ ഫഹാദാ നഫ്സുഹു മുസാഹമതു ലിറുബൂബിയത്തില്ലാഹി വഇലാഹിയതിഹി, അല്ലാഹുവിന്റെ റുബൂബിയത്തിനോടും ഉലൂഹിയത്തിനോടുമുള്ള ഒരു മത്സരമാണത്. കാരണം ഒരു കൽപ്പന കൽപ്പിക്കാനോ വിരോധനം വിരോധിക്കാനോ പറഞ്ഞത് അനുസരിക്കപ്പെടാനോ അല്ലെങ്കിൽ പ്രശസ്തി ആഗ്രഹിക്കാനോ അല്ലെങ്കിൽ മദ്ഹ് ചെയ്യപ്പെടാനോ അർഹനായിട്ട് ആര് മാത്രമേ ഉള്ളൂ? അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമേ ഉള്ളൂ. അടിമകൾ എങ്ങനെയായിരിക്കണം? അള്ളാഹുവിലേക്ക് ആവശ്യക്കാരായിക്കൊണ്ട് താഴ്മയുള്ള ആളുകളായിരിക്കണം. അതുകൊണ്ടാണ് അല്ലാഹു തആല സൂറത്തുൽ അൻആമിലെ 42-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വലഖദ് അർസൽനാ ഇലാ ഉമമിൻ മിൻ ഖബ്ലിക് ഫഅഖദ്നാഹും ബിൽ ബഅസാഇ വദ്ദറാ ലഅല്ലഹും യതദറഊൻ,
മുമ്പ് നിനക്ക് മുമ്പുണ്ടായിരുന്ന സമൂഹത്തിലേക്ക് റസൂലുകൾ അയച്ചു, അവർക്ക് ചില പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അവർ കീഴൊതുങ്ങി വിനയാന്യതരായി അള്ളാഹുവിന്റെ അടുക്കിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ഒരിക്കലും ഒരു അടിമയ്ക്ക് യോജിച്ചതല്ല. അവൻ പ്രശസ്തി മറ്റും ആഗ്രഹിച്ച് അല്ലെങ്കിൽ അള്ളാഹുവിനോട് മത്സരിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാം, അൽ കിബ്രിയാഉ റിദാഇ വൽ അദമതു ഇസാരി ഫമൻ നാസഅനി ഫീഹിമാ അദ്ദബ്തുഹു. കിബിരിയ എന്നുള്ളത് മലയാളത്തിൽ അഹങ്കാരം എന്നുള്ള അർത്ഥമാണ്, പക്ഷെ മോശപ്പെട്ട രീതിയിലല്ല. അത് എന്റെ മേൽവസ്ത്രവും ആവമത്ത് മഹത്വം എന്നുള്ളത് എന്റെ താഴ്വസ്ത്രവുമാണ്. ഫമൻ നാസഅനി ഫീഹിമാ അദ്ദബ്തുഹു. ആരെങ്കിലും എന്നോട് അതിന് മത്സരിച്ചാൽ അവനെ ഞാൻ ശിക്ഷിക്കുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള ഒരു പ്രതാപം ആഗ്രഹിക്കുക എന്നുള്ളത് അള്ളാഹുവിനോട് മത്സരിക്കുന്നതിന്റെ, അള്ളാഹുവിന്റെ റുബൂബിയത്തിനോടും ഉലൂഹിയത്തിനോടും മത്സരിക്കുന്നതിന്റെ ഭാഗമാണ് എന്ന് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ സലഫുകൾ ചിലർ അവർ ഖാദികളായിരിക്കും, പക്ഷേ ഖാദി അൽ ഖുദാത്ത് എന്നുള്ള വലിയൊരു സ്ഥാനപ്പേരിൽ അവരറിയപ്പെടുന്നത് അവർ വെറുത്തിരുന്നു, അവരതിനോട് താല്പര്യം കാണിച്ചിരുന്നില്ല. അതുപോലെ തന്നെ ആളുകൾ മദ്ഹ് ചെയ്യാൻ, ആളുകൾ പ്രശംസിക്കാൻ അവരാഗ്രഹിക്കാതെ അതിനെ അവർ ഒഴിവാക്കിയിരുന്നു. ഇങ്ങനെയുള്ള ആളുകൾ, പ്രതാപം തേടുന്ന ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ആളുകൾ ഞങ്ങളെ പ്രശംസിക്കണം, ഞങ്ങളെ പുകഴ്ത്തണം എന്നുള്ളത്. അങ്ങനെ ആളുകൾ എപ്പോഴും അതിനുള്ള അവസരങ്ങൾ അവർ തന്നെ ഒരുക്കും, അതിനുള്ള കാര്യങ്ങൾ അവരൊരുക്കും. എന്നിട്ട് ആളുകളുടെ പ്രശസ്തിയും അതുപോലെയുള്ള കാര്യങ്ങൾ കേൾക്കണം എന്ന് ആഗ്രഹിക്കുക. അങ്ങനെയുള്ള ആളുകൾക്ക് പരലോകത്ത് വലിയ ശിക്ഷയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആലി ഇംറാനിലെ 188 ആയത്തിൽ പറയുന്നു, ലാ തഹ്സബന്നല്ലദീന യഫ്റഹു ബിമാ ആതൗ വയുഹിബ്ബൂന അൻ യുഹ്മദു ബിമാ ലം യഫ്അലു. തങ്ങൾ ചെയ്യാത്ത കാര്യങ്ങളുടെ മേലെ പ്രശംസിക്കപ്പെടുന്ന ആഗ്രഹിക്കുന്ന ആളുകൾ അവർ സന്തോഷിക്കുന്നത് കണ്ട് നീ എന്താവണ്ട, നീ വിചാരിക്കേണ്ട, ഫലാ തഹ്സബന്നഹും ബിമഫാസതി മിനൽ അദാബ്. അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കേണ്ട. കാരണം അത് അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. മദ്ഹ് ചെയ്യപ്പെടാനും ഹംദ് ചെയ്യപ്പെടാനുമുള്ള അവകാശം അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏതൊരാളും, നബിയാവട്ടെ, ഇൽമുള്ള ആളാവട്ടെ, ഭരണാധികാരിയാവട്ടെ, ഏതൊരു വിഷയത്തിലും തങ്ങൾ പ്രശംസിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത് ശരിയല്ല. എത്രത്തോളം വെച്ചാൽ അത് ആലോചിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ആളുകളോട് പറഞ്ഞത്, ലാ തുത്റൂനി കമാ അത്റത്തിൻ നസാറ അൽ മസീഹ ഇബ്നു മറിയം ഇന്നമാ അന അബ്ദുൻ ഫഖൂലു അബ്ദുല്ലാഹി വറസൂലുഹു. നിങ്ങൾ ഒരിക്കലും നസാറാക്കൾ ഈസാ നബി അലൈഹിസ്സലാമിനെ പുകഴ്ത്തിയെ പോലെ എന്നെ പുകഴ്ത്തരുത്, ഞാൻ അള്ളാഹുവിന്റെ അടിമയും റസൂലുമാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂലു മാ ഷാ അല്ലാഹു വ ഷാ മുഹമ്മദ്. അള്ളാഹും മുഹമ്മദും ഉദ്ദേശിച്ച പോലെ നിങ്ങൾ പറയരുത്. ബൽ ഖൂലു മാ ഷാ അല്ലാഹ് സുമ്മ മാ ഷാ മുഹമ്മദ്. അള്ളാഹു ഉദ്ദേശിച്ചാൽ പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചാൽ എന്ന് പറയുക. അതുപോലെ തന്നെ ഒരിക്കൽ ഒരു വ്യക്തി മാ ഷാ അല്ലാഹ് വ ശിഅത എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജ്അൽതനി ലില്ലാഹി നിദ്ദൻ ബൽ മാ ഷാ അല്ലാഹു വഹ്ദ. അള്ളാഹു മാത്രം. അപ്പൊ അള്ളാഹുവിന് അവകാശപ്പെട്ട കാര്യമാണ് യഥാർത്ഥ പ്രതാപവും അതുപോലെയുള്ള മദ്ഹ് ചെയ്യപ്പെടുക എന്നുള്ളത്. അതൊരാൾ ആഗ്രഹിക്കുന്നെങ്കിൽ അത് അള്ളാഹുവിനോട് മത്സരിക്കുന്നതിന് തുല്യമായി മാറും. യഥാർത്ഥത്തിൽ നബിമാർക്കും സ്വഹാബികൾക്കും സലഫുകൾക്കും അവർക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രത്യേകത, അവരുടെ ഏറ്റവും നല്ല കാര്യം, അവർ സ്വന്തത്തിലേക്കല്ല ഇതെല്ലാം ആഗ്രഹിച്ചത്. അവർ സ്വന്തത്തിന്റെ പ്രതാപമോ സ്വന്തത്തിന്റെ സ്ഥാനമോ അല്ല ആഗ്രഹിച്ചത്. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറയാണ്, വലിഹാദിഹി, ഈ കാരണങ്ങൾ കൊണ്ടാണ് കാനത്തുർ റസൂലു വഅത്ബാഉഹും യസ്ബിറൂന അലൽ അദാ ഫി ദഅവതി ഇലല്ലാഹ്. അവർ ക്ഷമിച്ചത്. റസൂലുകളും റസൂലുകളുടെ പിൻഗാമികളും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ദഅവത്തിൽ ഉണ്ടായ ബുദ്ധിമുട്ടുകളിൽ അവർ ക്ഷമിച്ചത്. വയതഹമ്മലൂന ഫീ അവാമിരില്ലാഹ് മിനൽ ഖൽഖി ഗായത്തുൽ മശഖ്ഖ വഹും സാബിറൂൻ. അള്ളാഹുവിന്റെ കൽപ്പനകൾ നിറവേറ്റുന്നതിൽ ധാരാളം ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അവരതിലെല്ലാം ക്ഷമ അവലംബിച്ചു. ബൽ റാദൂന ബിദാലിക്, അതെല്ലാം തൃപ്തിപ്പെട്ടു. ഫൈനൽ മുഹിബ്ബ റുബ്ബമാ യതലദ്ദദു ബിമാ യുസീബുഹു മിനൽ അദാ ഫീ റിളാ മഹ്ബൂബിഹി. ആരെയാണോ നമ്മൾ ഇഷ്ടപ്പെടുന്നത്, ആ ഇഷ്ടപ്പെടുന്ന ആൾക്ക് വേണ്ടിയിട്ട് ആ സ്നേഹിക്കുന്നവൻ പല ബുദ്ധിമുട്ടുകളും സഹിക്കും, അഥവാ അള്ളാഹുവിന് വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ടാണ് അവരുടെ ദഅവത്തിൽ എന്തൊരു പരീക്ഷണം വന്നപ്പോഴും അവർക്ക് നേരിടാനും ക്ഷമിക്കാനും സാധിച്ചത് എന്ന് കാണാം.
അപ്പോ ഈ പ്രശസ്തിയും അതുപോലെയുള്ള കാര്യങ്ങളും അധികാരവും എല്ലാം തേടുക എന്നുള്ളത് അതിന്റെ ഒരു അപകടം അള്ളാഹുവിനോട് മത്സരിക്കുന്നത് പോലെയാണ് എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് രണ്ടാമത്തെ പറയാണ് അൽ ഖിസ്മു ത്സാനി, രണ്ടാമത്തെ ഇനം പ്രശസ്തി തേടുന്നത്. അത് പ്രത്യേകിച്ച് തുല്ലാബുകൾ, ഇൽമു നേടുന്നവർ, ഇൽമു പഠിക്കുന്നവർ, ഉലമാക്കൾ, അവരെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രണ്ടാമത്തെ ഇനം തലബു ശറഫി വൽ ഉലു അല നാസി ബിൽ ഉമൂരി ദീനിയ, ദീനിയായ കാര്യങ്ങൾ കൊണ്ട് ആളുകൾക്കിടയിൽ പ്രശസ്തി നേടുക. ദീനിയായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് എങ്ങനെയാണ്? കൽ ഇൽമി വൽ അമലി വസ്സുഹദി, അറിവ് കൊണ്ട്, കർമ്മങ്ങൾ കൊണ്ട്, ഒരാളുടെ ഭൗതിക വിരക്തി കൊണ്ട് ആളുകൾക്കിടയിൽ പ്രശസ്തി ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുക. ഫഹാദാ അഫ്ഹശു മിനൽ അവ്വലി വഅഖ്ബഹ്, ആദ്യം പറഞ്ഞതിനേക്കാൾ അപകടമായിട്ടുള്ള മ്ലേച്ഛമായിട്ടുള്ള ഇതാണ്. വഅശദ്ദു ഫസാദൻ വഖതറൻ, അതിനേക്കാൾ അപകടം നിറഞ്ഞതും ഫസാദ് ഉണ്ടാക്കുന്നതാണ്. ഫഇന്നൽ ഇൽമ വൽ അമല വസ്സുഹദ ഇന്നമാ യുത്ലബു ബിഹിമാ ഇൻദല്ലാഹി മിനദ് ദറജാതിൽ ഉലാ, ഇൽമു കൊണ്ടും അമല് കൊണ്ടും സുഹുദ് കൊണ്ടും എല്ലാം തേടപ്പെടേണ്ടത് അള്ളാഹുവിന്റെ അടുക്കലുള്ള ഉന്നതമായ ദറജയാണ്. വന്നഈമിൽ മുഖീം, നിലനിൽക്കുന്ന അനുഗ്രഹമാണ്. വയുത്ലബു ബിഹിമാ ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കലുള്ളതാണ് തേടപ്പെടേണ്ടത്. വൽ ഖുർബു മിൻഹു വസ്സുൽഫാ ലിദൈഹി, അള്ളാഹുവിലേക്കുള്ള അടുപ്പവും സാമീപ്യവുമാണ്. ചില ആളുകളുണ്ട്, ധാരാളം ആളുകൾക്ക് പറ്റുന്ന ഒരു അപകടമാണ് ദീനിയായിട്ടുള്ള ഇൽമും അമലും അതുപോലെ ഭൗതിക വിരക്തിയൊക്കെ കാണിച്ച് ആളുകൾക്കിടയിൽ ഒരു പ്രതാപം ഉണ്ടാവുക എന്നുള്ളത്. സുഫിയാൻ അസ്സൗരി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇന്നമാ ഫുദ്ദിലൽ ഇൽമു ലിഅന്നഹു യത്തഖി ബിഹില്ലാഹ്, ഇൽമു കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? അള്ളാഹുവിനെ അതുകൊണ്ട് സൂക്ഷിക്കാനാണ്. വഇല്ലാ കാന കസാഇരിൽ അഷ്യാ, അതില്ല എങ്കിൽ ഇൽമും എന്താണ്? ബാക്കിയുള്ള കാര്യങ്ങളെ പോലെ തന്നെയാണ്. അപ്പൊ ഇവിടെ എന്ത് പറഞ്ഞു? ദീനിയായ കാര്യങ്ങളെ കൊണ്ട് ഷറഫ് തേടുക, പ്രതാപം തേടുക എന്ന് പറഞ്ഞു. അതിനെ തന്നെ ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് രണ്ടിനമായി പറയുകയാണ്. ഒന്നാമത്തേത് അയ്യു തുലബ ബിഹി അൽ മാൽ, ഈ ദീനിയായ കാര്യങ്ങൾ കൊണ്ട് സമ്പത്ത് തേടുക. ദീനിയായ ഇൽമു കൊണ്ടും അമല് കൊണ്ടും സുഹുദ് കൊണ്ടുമെല്ലാം സമ്പത്ത് തേടുക. ഫഹാദ നൗഉൻ മിനൽ ഹിർസി അലൽ മാൽ, ഇത് സമ്പത്തിനോടുള്ള താല്പര്യത്തിൽപ്പെട്ട ഒരു കാര്യം തന്നെയാണ്, പക്ഷേ ദീനിയായ കാര്യങ്ങൾ വെച്ചിട്ടാണ്. വതലബുഹു ബിൽ അസ്ബാബിൽ മുഹറമ, പക്ഷെ ഈ തേട്ടം ദീനിയായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് സമ്പത്ത് തേടുക എന്നുള്ളത്, അതിനെ ആഗ്രഹിക്കുക എന്നുള്ളത് ഹറാമായിട്ടൊരു മാർഗമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തഅല്ലമ ഇൽമൻ മിമ്മാ യുബ്തഗാ ബിഹി വജ്ഹുല്ലാഹ് ലാ യതഅല്ലമുഹു ഇല്ലാ ലിയുസീബ ബിഹി അറളദ് ദുനിയ ലം യജിദ് അറഫൽ ജന്ന യൗമൽ ഖിയാമ, ആരെങ്കിലും ദുനിയാവിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് ഇൽമു നേടുന്നത് എങ്കിൽ, അത് ലഭിക്കാനാണ് നേടുന്നത് എങ്കിൽ സ്വർഗത്തിന്റെ ഗന്ധം പോലും അവൻ അനുഭവിക്കുകയില്ല എന്ന് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറയാണ്. വസബബു ഹാദാ, എന്തുകൊണ്ടാണ് ഇൽമുണ്ടായിട്ടും ആളുകൾ അതുകൊണ്ട് സമ്പത്ത് നേടുന്ന അവസ്ഥയിലാകുന്നത്? അമല് ചെയ്യുന്ന സുഹുദുള്ള ആളുകൾ അതുകൊണ്ട് സമ്പത്ത് നേടണമെന്ന് ആഗ്രഹിക്കാനുള്ള കാരണം എന്താണ്? അദ്ദേഹം പറയാണ്, വല്ലാഹു അലം അന്ന ഫിദ് ദുനിയ ജന്നത്തുൻ മുഅജ്ജലത്തുൻ, ദുനിയാവിലൊരു സ്വർഗ്ഗമുണ്ട്, ദുനിയാവിലൊരു സ്വർഗ്ഗമുണ്ട്. വഹിയ മഅരിഫത്തുല്ലാഹ്, അത് അല്ലാഹുവിനെ അറിയലാണ്. വമഹബ്ബതുഹു, അല്ലാഹുവിനോടുള്ള ഇഷ്ടമാണ്. വലുൻസു ബിഹി, അല്ലാഹുമായിട്ടുള്ള അടുപ്പമാണ്. വശൗഖ് ഇലാ ലിഖാഇഹി, അല്ലാഹുവിനെ കാണാനുള്ള ആഗ്രഹമാണ്. വഖശിയതുഹു, അല്ലാഹുവിനോടുള്ള ഭയമാണ്. വതാഅതുഹു, അല്ലാഹുവിനോടുള്ള അനുസരണം. വൽ ഇൽമു നാഫി യദുല്ലു അലാ ദാലിക്, ഉപകാരപ്രദമായ അറിവ് ഒരാളെ ഇതിലേക്കെല്ലാം നയിക്കും. فمن دله علمه على دخول هذه الجنة المعجلة في الدنيا دخل الجنة في الآخرة, ഒരാളുടെ ഇൽമു കൊണ്ട് ഈ ദുനിയാവിന്റെ ഈ സ്വർഗത്തിൽ ഒരാൾ പ്രവേശിച്ചാൽ പരലോകത്തെ സ്വർഗത്തിലോ പ്രവേശിക്കും. വമൻ ലം യശുമ്മ റായിഹതഹാ ലം യശുമ്മ റായിഹതൽ ജന്ന ഫിൽ ആഖിറ, ദുനിയാവിൽ ഇത് അവൻ ലഭിച്ചിട്ടില്ല എങ്കിൽ, അത് ആസ്വദിച്ചിട്ടില്ല എങ്കിൽ പരലോകത്ത് അവനത് കിട്ടാൻ പോകുന്നില്ല. അപ്പൊ ഇൽമുൻ നാഫി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അള്ളാഹുവിനെ അറിയാൻ സാധിക്കണം, അള്ളാഹുവിലേക്കുള്ള അടുപ്പം കിട്ടണം. അതല്ലാത്ത ആളുകൾ അവരാ അറിവ് കൊണ്ട് ദുനിയാവ് തേടുന്ന ആളുകളായി മാറും. ഒരു ഉദാഹരണം പറയാണ്, വിലപിടിപ്പുള്ള കാര്യങ്ങൾ സ്വർണമോ വെള്ളിയെല്ലാം കൊടുത്ത് ചാണകമോ മറ്റോ വാങ്ങുന്നത് പോലെയാണ് ആ ആളുകൾ. അവരെ ഇൽമു കൊടുത്ത് നിരർത്ഥകമായ ദുനിയാവിന്റെ നേട്ടങ്ങളാണ് അവർ നേടുന്നത് എന്ന് കാണാൻ സാധിക്കും. ഈ രണ്ടാമത്തേനാണ്, അതായത് ദീനിയായ കാര്യങ്ങൾ കൊണ്ട് ഷറഫ് തേടുന്ന ആളുകൾ. ഒന്നാമത്തേത് സമ്പത്ത് തേടുന്ന ഇനങ്ങൾ പറഞ്ഞു. രണ്ടാമത്തേത് മൻ യത്ലുബു ബിൽ ഇൽമി വൽ അമൽ വസ്സുഹദി ദിയാസത അലൽ ഖൽഖ്, ഈ ഇൽമു കൊണ്ടും അറിവ് കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും സുഹുദ് കൊണ്ടും ആളുകൾക്കിടയിൽ ഒരു പദവി, ഒരു സ്ഥാനം തേടുന്ന ആളുകൾ. വതആലുമു അലൈഹിം വതആലുമു
ആളുകൾക്കിടയിൽ ഒരു സ്ഥാനം ഉണ്ടാവണം, ആളുകളെല്ലാം ഞാൻ പറഞ്ഞത് കേട്ട് അനുസരിക്കുന്നവരായിരിക്കണം, അതുപോലെ എനിക്ക് വേണ്ടി എന്റെ മുമ്പിൽ വിനയം കാണിക്കുന്ന ആളുകളായിരിക്കണം. വയസ്ലിഫൂന വുജൂഹഹും ഇലൈഹി, ആളുകൾ എന്നെ ശ്രദ്ധിക്കുന്ന ആളുകളാവണം. വയുദ്ഹിറ ലിന്നാസ് സിയാദത ഇൽമിഹി അലൽ ഉലമാ ലിയഅലു ബിഹി അലൈഹിം വനഹ്വ ദാലിക്, ആളുകളുടെ മുമ്പിലും അതുപോലെ ഉലമാക്കളുടെ മുമ്പിലും എന്റെ അറിവിനെ, അതായത് അയാളുടെ അറിവിനെ പുകഴ്ത്തി കാണിക്കാൻ, അത് ഉയർത്തി കാണിക്കാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് നരകമാണ് സ്ഥാനമുള്ളത്. അങ്ങനെയുള്ള ആളുകൾക്ക് നരകമാണ്. ആ ഇൽമു കൊണ്ട് ജനങ്ങൾക്കിടയിൽ സ്ഥാനം ആഗ്രഹിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തലബൽ ഇൽമ ലിയുമാരിയ ബിഹി സുഫഹാ, ആരെങ്കിലും വിഡ്ഢികളോട് തർക്കിക്കാൻ വേണ്ടി ഇൽമു നേടുകയാണെങ്കിൽ, ഔ യുജാരിയ ബിഹിൽ ഉലമാ, അല്ലെങ്കിൽ ഉലമാക്കളോട് മത്സരിക്കാൻ വേണ്ടി, ഔ യസ്രിഫ വുജൂഹൻ നാസി ഇലൈഹി, അല്ലെങ്കിൽ ജനങ്ങൾ എന്നിലേക്ക് തിരിയണം എന്ന രീതിയിൽ ഇൽമു തേടുന്നത് എങ്കിൽ അദ്ഖലഹുല്ലാഹു അന്നാർ, അവനെ അല്ലാഹു നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതേ അർത്ഥത്തിൽ ചില ഹദീസുകളും അതുപോലെ തന്നെ സ്വഹാബികളിൽ നിന്നുള്ള അസറുകളും കാണാം. അതിൽ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്, നാളെ പരലോകത്തിലേക്ക് നരകത്തിലേക്ക് ആദ്യം കടക്കുന്ന ആളുകളിൽ ഒരാൾ ആരാണ്? ആലിമ, അറിവുള്ള ആളാണ്, ഖുർആൻ അറിയുന്ന ആളാണ്. പക്ഷെ എന്താണ്, ജനങ്ങളിൽ നിന്നുള്ള പ്രശസ്തിയും സ്ഥാനവും പേരും കേൾക്കാൻ അയാൾ ആഗ്രഹിച്ചു. അതിന്റെ പേരിൽ അയാൾ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമെന്ന് കാണാം. ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് തുല്ലാബുകളും അതുപോലെ തന്നെ ഇൽമുമായി ബന്ധപ്പെട്ട് മുഴുകുന്ന എല്ലാവർക്കും ബാധകമാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അസർ കാണാം. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, യാ ഹംലത്തുൽ ഇൽം, ഇൽമിന്റെ ആളുകളെ ഇഅ്മലൂ ബിഹി, അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കർമ്മം ചെയ്യുക. നിങ്ങളുടെ ഇൽമ് അത് കർമ്മം ചെയ്യുക. ഫഇന്നമൽ ആലിമു മൻ അമില ബിമാ അലിമ ഫവാഫഖ അമലുഹു ഇൽമഹു, ആലിം എന്ന് പറഞ്ഞാൽ അവന്റെ ഇൽമിന്റെ അടിസ്ഥാനത്തിൽ അമൽ ചെയ്തവനാണ്, അവന്റെ ഇൽമും അമലും യോജിച്ചു വന്നവനാണ്. വസയഖൂനു അഖ്വാമുൻ, ചില ആളുകൾ വരാനുണ്ട്, യഹ്മിലൂനൽ ഇൽമ ലാ യുജാവിജു തറാഖിഹിം, അവർക്ക് ഇൽമുണ്ട് പക്ഷെ അത് അവരുടെ തൊണ്ടയിൽ നിന്ന് ഇറങ്ങാത്ത, അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങാത്ത ആളുകളാണ്. യുഖാലിഫു ഇൽമുഹും അമലഹും, അവരുടെ ഇൽമും അമലും വേറിട്ട് നിൽക്കുകയാണ്. വയുഖാലിഫു സരീറതഹും അലാനിയതഹും, അവരുടെ രഹസ്യവും പരസ്യവും വിപരീതമാണ്. യജ്ലിസൂന ഹൽഖൻ ഹൽഖ, ഹൽഖകളായിട്ട് അവരിയ്ക്കും. ഫയുബാഹി ബഅദുഹും ബഅദ, പരസ്പരം പെരുമ നടിക്കും. ഹത്താ ഇന്നർ റജുല ലയഗ്ദബു അലാ ജലീസിഹി ഇദാ ജലസ ഇലാ ഗൈരിഹി വയദഉഹു, അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല്, അവന്റെ സദസ്സിൽ ഇരിക്കുന്ന ഒരാള് ആ സദസ്സ് വിട്ട് വേറൊരു സദസ്സിൽ പോയിരുന്നാൽ അതിന്റെ മേലെ കോപിക്കും. ഉലൈക ലാ തസ്ഉദു അഅമാലുഹും ഫീ മജാലിസിഹിം തിൽക ഇലല്ലാഹ്, ആ സദസ്സിൽ നിന്ന് അവരുടെ കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയരാത്തവരാണ് അവർ. ഇന്ന് ധാരാളം കാണുന്ന ആളുകളാണ്. ഇന്ന് ധാരാളം ദായിമാർക്ക് ഇടയിലും അതുപോലെ പ്രത്യേകിച്ച് നമ്മുടെ നാടുകളിൽ ദായിമാർക്കിടയിലും അതുപോലെ തന്നെ ഇൽമിന്റെ ആളുകൾക്കിടയിലും കാണുന്ന ഒരു അപകടമാണ്, എന്റെ ക്ലാസ് കേൾക്കുന്ന ആളുകൾ അപ്പുറത്ത് പോയാൽ അല്ലെങ്കിൽ എന്നെ വിട്ട് അപ്പുറത്ത് ഇരുന്നാൽ അതിന്റെ പേരിൽ ഉണ്ടാകുന്ന ദേഷ്യവും അതുപോലെയുള്ള ആഗ്രഹങ്ങളും. അത് ഇൽമ്, യഥാർത്ഥത്തിൽ ഇൽമിന്റെ നൂറ് ലഭിക്കാത്ത ആളുകളാണ് അവർ എന്ന് അലി റളിയല്ലാഹു അൻഹു സൂചിപ്പിക്കുകയാണ്. ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് അതുപോലെ പറഞ്ഞു, ലാ യകൂനു ഹദ്ദു അഹദികും മിൻ ഇൽമിഹി അൻ യുഖാൽ ആലിമുൻ, ഒരാൾക്കും അവന്റെ ഇൽമു കൊണ്ടുള്ള അവന്റെ നേട്ടം ആലിം എന്ന ആളുകൾ പറയണം എന്നാകാൻ പാടില്ല എന്ന് കാണാൻ സാധിക്കും. ഇതിൽപ്പെട്ട കാര്യമാണ്, ഇതിൽ തന്നെ പെട്ടൊരു കാര്യമാണ് മുൻഗാമികളിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം, ഫത്വ കൊടുക്കാൻ, എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുമ്പോഴേക്ക് ഉത്തരം കൊടുക്കാൻ, അവർ എടുത്തു ചാടി കൊടുക്കാൻ അവർ വെറുത്തിരുന്നു, അവരതിൽ നിന്ന് അകന്നു നിന്നിരുന്നു. ഇന്ന് സാധാരണക്കാര് പോലും ചില മസ്അലകളിൽ ഫത്വ കൊടുക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ഉലമാക്കൾ, സലഫുകൾ അതിനെ വെറുത്തിരുന്നു എന്ന് കാണാൻ സാധിക്കും. അൽഖമ റഹിമഹുല്ലാഹ് പറയാണ്, സലഫുകൾ പറയാറുണ്ടായിരുന്നു, അജ്റഅകും അലൽ ഫുതിയ അഖല്ലുകും ഇൽമ, പെട്ടെന്ന് ഫത്വ കൊടുക്കാൻ പെട്ടെന്ന് മുന്നിടുന്ന ആളുകൾ നിങ്ങളിൽ ഇൽമു കുറഞ്ഞ ആളുകളാണ്. വഅനിൽ ബറാ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, അദ്റക്തു 20 വ100 മിനൽ അൻസാർ മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്അലു അഹദുഹും അനിൽ മസ്അല, ഞാൻ 120ഓളം സഹാബികളെ കണ്ടിട്ടുണ്ട്, അവരോടൊരു മസ്അല ചോദിച്ചാൽ മാ മിൻഹും റജുലുൻ ഇല്ലാ വദ്ദ അന്ന അഖാഹു കഫാഹു, അവർ ആഗ്രഹിച്ചു പോകും അവരുടെ സഹോദരനെ ചോദിച്ചാൽ മതി. മറ്റൊരു റിവായത്തിൽ ഫയറുദ്ദുഹാ ഹാദാ ഇലാ ഹാദാ വഹാദാ ഇലാ ഹാദാ ഹത്താ യർജിഅ ഇലൽ അവ്വൽ, അതിൽ ഒരാളോട് ചോദിച്ചാൽ അയാൾ പറയും അടുത്ത ആളോട് ചോദിക്കാൻ, അങ്ങനെ ആദ്യം ചോദിച്ച ആളുടെ അടുത്തേക്ക് തന്നെ വരും.
കാരണം വേറെ ആൾ മതി. എനിക്ക് ഞാൻ ഫത്വ കൊടുക്കുന്ന അതിന് ഒഴിവായി കിട്ടാൻ വേണ്ടി അവര് വേറൊരു വഴിയിലൂടെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല അദ്ദേഹം പറയാണ്, അഅലമുൻ നാസി ബിൽ ഫത്വ അസ്കനുഹും, ഫത്വ കൊടുക്കാൻ ഏറ്റവും അറിവുള്ളവൻ അതിൽ ഏറ്റവും നിശബ്ദതയുള്ളവനാണ്, അധികം സംസാരിക്കാത്തവനാണ്. വജ്ഹലുഹും ബിഹാ അൻതഖുഹും, ഏറ്റവും ജഹലുള്ളവൻ എന്ത് ചോദിച്ചാലും പറയുന്നവനാണ്. സുഫിയാൻ സൗരി റഹിമഹുല്ല പറഞ്ഞൊരു അസർ കാണാം, അദ്റക്നൽ ഫുഖഹാ വഹും യക്റഹൂന അൻ യുജീബു ഫിൽ മസാഇൽ വൽ ഫുത്യ ഹത്താ ലാ യജിദു ബുദ്ദൻ മിൻ അൻ യഫ്തു. അതായത് ഫത്വ കൊടുത്തേ തീരൂ എന്നുള്ള അവസ്ഥ വരുമ്പോൾ മാത്രമാണ് ഫുഖഹാക്കൾ പറയാറുണ്ടായിരുന്നത്, വൈദാ അഫു മിൻഹാ കാന ഹബ്ബ ഇലൈഹിം, എന്തെങ്കിലും ഒരു ഒഴിവൊഴി കിട്ടി അതിന് ഒഴിവാകുകയാണെങ്കിൽ അതായിരുന്നു അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറയാണ്, മൻ അർറദ നഫ്സഹു ലിൽ ഫുത്യ ഫഖദ് അർറദഹാ ലി അംരിൻ അദീം, ഒരാൾ ഫത്വ കൊടുക്കാൻ വേണ്ടി ഇരിക്കുകയാണെങ്കിൽ ഗൗരവമുള്ള കാര്യത്തിനാണ് നിൽക്കുന്നത്. ഇല്ല അന്നഹു ഖദ് തൽജഉ ഇലൈഹി ദറൂറ, ഒരു നിർബന്ധിത അവസ്ഥയിലാണ് അവൻ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഖീലലോ, അപ്പോൾ ചോദിക്കപ്പെട്ടു, ഫയ്യുമാ അഫ്ളൽ അൽ കലാമു അം സുകൂത്ത്, പറയലാണോ അതോ മിണ്ടാതിരിക്കലാണോ അഫ്ളൽ? അപ്പോ ഇമാം അഹ്മദ് പറഞ്ഞു, അൽ ഇംസാഖു അഹബ്ബു ഇലയ്യ, എനിക്ക് ഇഷ്ടം മിണ്ടാതിരിക്കലാണ്. ഫൈദാ കാനത്ത് ദറൂറ, അപ്പൊ നിർബന്ധ അവസ്ഥ ആണെങ്കിലോ അൽ ദറൂറത്തു അൽ ദറൂറ, നിർബന്ധ അവസ്ഥ ആണെങ്കിൽ ഒരാൾ കൊടുക്കട്ടെ. ഈ വിഷയത്തിൽ ധാരാളം അസ്റുകൾ കാണാൻ സാധിക്കും. ഞാൻ നാമിത് പറയുന്നത്, ഇന്ന് മൊബൈലുകളിലും വാട്സപ്പുകളിലും എല്ലാം സാധാരണക്കാരായ ആളുകൾ പോലും എന്ത് ചോദിച്ചാലും ദീനിന്റെ ഒരു മസലക്ക് ഫത്വ കൊടുക്കുന്ന, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് കണ്ടിട്ട് അത് പറയുന്ന ഒരു അവസ്ഥയെ നമുക്ക് കാണാൻ സാധിക്കും. വലിയ വലിയ പണ്ഡിതന്മാരാണ് പറയുന്നത്, അവർക്ക് ഭയമായിരുന്നു വേറൊരാൾ പറയാൻ കിട്ടുമെങ്കിൽ അവരെ ഏൽപ്പിക്കുമായിരുന്നു. കാണാം, വഖാന ഇബ്നു സിരീൻ റഹിമഹുല്ലാ, അദ്ദേഹം ഇദാ സുഇല അനി ശൈഇൻ മിനൽ ഹലാൽ വൽ ഹറാം, ഹലാലോ ഹറാമോ ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം ചോദിക്കപ്പെട്ടാൽ തഗയ്യറ ലൗനുഹു വതബദ്ദല ഹത്താ കഅന്നഹു ലൈസ ബില്ലദീ കാന, അദ്ദേഹത്തിന്റെ നിറം മാറുമായിരുന്നു, അദ്ദേഹം അല്ല എന്ന് തോന്നുമാറ്. നിങ്ങളെ സലഫുകളിൽപ്പെട്ട ഇമാം മാലിക് റഹിമഹുല്ലാഹ് അന്നഹു കാന ഇദാ സുഇല അനിൽ മസ്അല കഅന്നഹു വാഖിഫുൻ ബൈനൽ ജന്നതി വന്നാർ, എന്തെങ്കിലും ഒരു മസ്അല ചോദിച്ചാൽ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിൽ നിൽക്കുന്നത് പോലെയായിരുന്നു അദ്ദേഹത്തിന്റെ അവസ്ഥ. വഖാല ബഅദുൽ ഉലമാ ലിബഅദിൽ മുഫ്തിയീൻ, ചില ഫത്വ കൊടുക്കുന്ന ആളുകളോട് ഉലമാക്കൾ പറഞ്ഞു, ഇദാ സുഇൽത അൻ മസ്അലത്തിൻ ഫലാ യകുൻ ഹമ്മുക തഖ്ലീസ് അസ്സാഇൽ, നിന്നോട് എന്തെങ്കിലും ഒരു ഫത്വ ചോദിക്കപ്പെടാൻ മസ്അല ചോദിക്കുകയാണെങ്കിൽ ആ ചോദിച്ചു വന്നവനെ ഒഴിവാക്കി കൊടുക്കാനാവരുത് എന്റെ ചിന്ത. വലാകിൻ തഖ്ലീസ് നഫ്സിക അവ്വലൻ, നിന്നെ എങ്ങനെ അതിന് തെറ്റായി പറഞ്ഞിട്ടോ മറ്റോ കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നായിരിക്കണം നിന്റെ ചിന്ത. മറ്റു ചിലർ പറഞ്ഞു, ഇദാ സുഇൽത അൻ മസ്അലത്തിൻ ഫതഫക്കർ, നീ എന്തെങ്കിലും ഒരു കാര്യം നിന്നോട് ചോദിക്കപ്പെട്ടാൽ നീ ഉറ്റാലോചിക്കുക. വഇൻ വജദ്ത ലിനഫ്സിക മഖ്റജൻ ഫതകല്ലം വഇല്ലാ ഫസ്കുത്, എന്തെങ്കിലും ഒരു നിന്റെ നഫ്സിനെ രക്ഷിക്കാനുള്ള വഴി ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നീ സംസാരിക്കുക, അല്ലെങ്കിൽ നീ മിണ്ടാതിരിക്കുക എന്ന് സലഫുകൾ പറയാറുണ്ട്. അപ്പോ ഇതുപോലെയുള്ള ഫത്വ കൊടുക്കുന്നതിലേക്ക് താല്പര്യം കാണിക്കുക എന്നുള്ളതെല്ലാം ഇൽമു കൊണ്ട് ആളുകളുടെ ഇടയിൽ സ്ഥാനം തേടുന്നതിൽ സലഫുകൾ വെറുത്തിരുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സലഫുകൾ വെറുത്തിരുന്ന കാര്യമാണ് കറാഹത്തു ഇത്തിഖാദി അസ്ബാബി സുംഅതി വത്തശ്ഹീർ, പ്രശസ്തി, ആളുകൾ നമ്മളെ പറ്റി കേട്ടറിയണം എന്ന് ആഗ്രഹിക്കുന്നതിനെ തൊട്ട് അവർ അതിനുള്ള കാരണങ്ങളെ അവർ ഒഴിവാക്കിയിരുന്നു. അതിൽ നിന്ന് അവർ വിട്ടു നിൽക്കാൻ അവർ തയ്യാറായിരുന്നു. അതായത് നമ്മുടെ സ്വന്തത്തെ ആളുകൾക്കിടയിൽ നമ്മുടെ ഇൽമു കൊണ്ടോ അമല് കൊണ്ടോ കറാമത്തുകൾ കൊണ്ടോ ആളുകൾക്ക് മുമ്പിൽ പ്രശംസ അവർ ആഗ്രഹിച്ചിട്ടില്ല. ആളുകൾ നമ്മെ കാണണം, നമ്മളോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടണം, അല്ലെങ്കിൽ കൈ വന്ന് മുത്തണം, ആ രീതിയിലുള്ള പ്രശസ്തി ഇല്ലാതാക്കാനുള്ള കാരണങ്ങൾ അവർ തേടുമായിരുന്നു. ഇത് റിയാഇന്റെ ബാബിലെല്ലാം നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സലഫുകളിൽപ്പെട്ട വലിയ സാഹിദായിരുന്ന വ്യക്തിയാണ് ദാവൂദ് അത്താഇ റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരാൾ സന്ദർശിക്കാൻ വന്നൊരു ദിവസം. അപ്പൊ അദ്ദേഹം ചോദിച്ചു, മാ ജാഅ ബിഹി, എന്തിനാണ് വന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഉഹിബ്ബു അൻ അസൂറക്, നിങ്ങളെ സന്ദർശിക്കാൻ എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് വന്നതാണ്. ഫഖാല, അപ്പൊ ദാവൂദ് അത്താഇ റഹിമഹുല്ലാഹ് പറഞ്ഞു, അമാ അൻത ഫഖദ് അസബ്ത ഖൈറൻ ഹൈതു ദുർത ഫില്ലാ, അല്ലാഹുവിന് വേണ്ടിയാണ് നീ എന്നെ സന്ദർശിക്കാൻ വന്നതെങ്കിൽ നിനക്ക് അതുകൊണ്ട് ഒരു ഖൈർ ഉണ്ടാകും. വലാകിൻ ഉൻദുർ മാദാ ലഖീത ഗദൻ ഇദാ ഖീല ലി, പക്ഷെ നീ മനസ്സിലാക്കണം, നാളെ എന്നോട് ചോദിക്കപ്പെട്ടാൽ മൻ അൻത ഹത്താ തുസാർ, നീ ആരാണ് സന്ദർശിക്കപ്പെടാൻ മാത്രം? മിനൽ സുഹാദി അൻത, നീ സാഹിദികൾപ്പെട്ടവനാണോ? ലാ വല്ലാഹി, ഞാനല്ല. മിനൽ ഉബ്ബാദി അൻത, ധാരാളം ഇബാദത്ത് ചെയ്യുന്നവരിൽപ്പെട്ടവരാണോ? ലാ വല്ലാഹി, അല്ല. മിനസ് സാലിഹീന അൻത
നീ സ്വാലിഹ്യങ്ങൾ പെട്ടവനാണോ? ലാ വല്ലാഹി, അല്ലാഹു അടയല്ല. വഅദ്ദദ ഖിസാലുൽ ഖൈരി അലാ ഹാദൽ വജ്ഹ്, ഇതുപോലെ പല കാര്യങ്ങളും എണ്ണി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഫജഅല യുവബ്ബിഹു നഫ്സഹു, അന സ്വന്തത്തിനെ താക്കീത് ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു യഖൂൽ യാ ദാവൂദ്, യാ ദാവൂദ് കുൻത ഫിശ്ശബീബതി ഫാസിഖൻ, നീ നിന്റെ യുവത്വത്തിൽ ഫാസിഖായിരുന്നു, തെമ്മാടിയായി ജീവിച്ചവനാണ്. ഫലമ്മാ ശിബ്ത സിർത മുറായിയൻ, നീ പ്രായമായപ്പോൾ വയസ്സായപ്പോൾ നീ റിയാ ഉള്ളവനായി മാറി. വൽ മുറായി അശർറു മിനൽ ഫാസിഖ്, റിയാ ഉള്ളവൻ ഫാസിഖിനേക്കാൾ ഷർറ് നിറഞ്ഞവനാണ് എന്ന് പറയാം. അതായത് സ്വന്തത്തിന്റെ കുറവുകളെ കുറിച്ചിട്ടുള്ള ബോധം അവർക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ മുഹമ്മദ് ഇബ്നു വാസി റഹിമഹുല്ലാ അദ്ദേഹം പറയുമായിരുന്നു ലൗ അന്ന ലിദ്ദുനൂബി റായിഹതൻ മസ്തതാഅ അഹദുൻ അയ്യുജാലിസനി, പാപങ്ങൾക്കൊരു ഗന്ധമുണ്ടായിരുന്നെങ്കിൽ ഒരാളും എന്റെ ഒപ്പം സദസ്സിൽ വന്നിരിക്കുകയില്ലായിരുന്നു എന്ന് പറഞ്ഞത് കാണാം. അതുപോലെ ഇബ്രാഹിം അന്നഖി റഹിമഹുല്ലാ അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ആരെങ്കിലും വരികയാണെങ്കിൽ ആ ഖുർആൻ മറച്ചു വെച്ച് മാറ്റിവെക്കുമായിരുന്നു. അതുപോലെ തന്നെ സലഫുകൾ വിട്ട് ഉവൈസ് ഇബ്നു ആമിർ, അദ്ദേഹം വലിയാണ്, അള്ളാഹുവിന്റെ വലിയാണ്, ധാരാളം കറാമത്തുകൾ അദ്ദേഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ മുസ്തജാബ് ദുആ ആണ്, അദ്ദേഹം ദുആ ചെയ്താൽ അള്ളാഹു ഉത്തരം ചെയ്യും. പക്ഷെ ഇത് ആരെങ്കിലും ഒരു നാട്ടിൽ അദ്ദേഹം താമസിച്ച് ആളുകൾ ഇത് അറിഞ്ഞാൽ അദ്ദേഹം ആ നാട്ടിൽ നിന്ന് മാറി താമസിക്കുമായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അതുപോലെ സലഫുകൾ ഈ പ്രശസ്തി ഉണ്ടാവുക എന്നുള്ളത് ധാരാളം വെറുത്തിരുന്ന ഒരു കാര്യമായിട്ട് കാണാം എന്ന് പ്രത്യേകം പറയുകയാണ്. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കുക എന്നുള്ളത് ഇൽമ് തേടുന്ന തുല്ലാബുകളുടെയും അതുപോലെ തന്നെ ദായിമാരുടെയും അതും ദീനിയായി ബന്ധപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആ രീതിയിൽ പ്രശസ്തി നമ്മൾ ആഗ്രഹിക്കുക എന്നുള്ളത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളുടെ രണ്ടിനങ്ങൾ ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ട് അവസാനത്തിൽ ഒരു ഫസ്ൽ കൊടുക്കുകയാണ്. അദ്ദേഹം പറയുന്നു വാസ്ലു മഹബ്ബത്തിൽ മാലി വശറഫ്, ഈ സമ്പത്തിനോടും പ്രതാപത്തിനോടും പ്രശസ്തിയോടുമുള്ള ഇഷ്ടത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഹുബ്ബുദ്ദുനിയ, ദുനിയാവിനോടുള്ള ഇഷ്ടമാണ്. ദുനിയാവിനോടുള്ള ഇഷ്ടത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇത്തിബാഉൽ ഹവ, ഒരുത്തൻ അവന്റെ ഇച്ഛയെ പിൻപറ്റലാണ്. വഹബ് ഇബ്നു മുനബ്ബിഹ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു മിൻ ഇത്തിബാഇൽ ഹവ അർറഗ്ബതു ഫിദ്ദുനിയ, ഒരാൾ അവന്റെ ഇച്ഛയെ പിൻപറ്റുന്നതിൽപ്പെട്ട കാര്യമാണ് ദുനിയാവിനോട് അതിയായ താല്പര്യം ഉണ്ടാവുക എന്നുള്ളത്. ആ ദുനിയാവിനോടുള്ള ഇഷ്ടത്തിൽപ്പെട്ടതാണ് സമ്പത്തിനോടും പ്രതാപത്തിനോടും ഇഷ്ടമുണ്ടാവുക എന്നുള്ളത്. സമ്പത്തിനോടും പ്രശസ്തിയോടും ഒരാൾക്ക് ഇഷ്ടമുണ്ടായി കഴിഞ്ഞാൽ അവൻ ഹറാമുകളെ ഹലാലായി കാണാൻ തുടങ്ങും. ഹറാമുകളെ ഹലാലായി അഥവാ യഥേഷ്ടം ചെയ്യാൻ തുടങ്ങുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുക. നമുക്ക് മനസ്സിലാവാത്തൊരു കാര്യമായിരിക്കും നമ്മൾ ഹവയെ പിൻപറ്റുകയാണോ അതോ നേരായ ഇസ്തിഖാമത്തിലാണോ. വളരെ ചുരുക്കം നിറഞ്ഞ അതിയായി ബസീറത്തുള്ള ഇൽമുള്ള ആളുകൾക്ക് മാത്രമാണ് ഞാൻ ഇച്ഛയെ പിൻപറ്റുകയാണോ അതോ ഇസ്തിഖാമത്തിലാണോ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. കാരണം അത്ര അപകടം പിടിച്ചൊരു കാര്യമാണ് ഇത്തിബാഉൽ ഹവ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഹവയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? തഖ്വയാണ്. അള്ളാഹുവിന്റെ അതിർവരമ്പുകൾ ജീവിതത്തിൽ യഥേഷ്ടം കാത്തു സൂക്ഷിക്കലാണ്. അള്ളാഹു തആല പറഞ്ഞത് നോക്കൂ, ആരെങ്കിലും പരിധി ലംഘിച്ച് ദുനിയാവിന് പ്രത്യേക സ്ഥാനം കൊടുക്കുകയാണെങ്കിൽ ഫൈനൽ ജഹീമ ഹിയൽ മഅ്വ, അവന്റെ അഭയസ്ഥാനം നരകമാണ്. വമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ, ആരെങ്കിലും അള്ളാഹുവിന്റെ സ്ഥാനം ഭയപ്പെട്ടിട്ട് ആ സ്വന്തം ഇച്ഛയെ അവൻ തടഞ്ഞു നിർത്തുകയാണെങ്കിൽ ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വ, അവന്റെ സ്ഥാനം എന്താണ്? സ്വർഗമാണ്. പറഞ്ഞു നോക്കി, സ്വർഗം കിട്ടണമെങ്കിൽ ഹവയെ പിടിച്ചു വെക്കണം. നരകത്തിന്റെ കാരണം ദുനിയാവിന് പ്രത്യേക സ്ഥാനം കൊടുത്തത്. ഇനി നരകാവകാശികളുടെ കാര്യം പറയുന്നിടത്ത് നോക്കി, അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്തിനെയും അധികാരത്തെയും പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഹാഖയിൽ അല്ലാഹു പറയാണ്, വമ്മാ മൻ ഊതിയ കിതാബഹു ബിശിമാലിഹി ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയ, തന്റെ ഇടത് കൈയിൽ കിതാബ് ലഭിക്കുമ്പോൾ അവർ പറയും എനിക്ക് കിതാബ് ലഭിക്കാതിരുന്നെങ്കിൽ. വലം അദ്രി മാ ഹിസാബിയ, എന്റെ വിചാരണ ഞാൻ അറിയാതിരുന്നെങ്കിൽ. യാ ലൈതഹാ കാനത്തിൽ ഖാദിയ മാ അഗ്നാ അന്നി മാലിയ, എന്റെ സമ്പത്ത് എനിക്ക് ഉപകാരപ്പെട്ടില്ല. ഹലക അന്നി സുൽത്താനിയ, എന്റെ അധികാരം എനിക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്നു. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നമ്മെ ദുനിയാവിൽ നശിപ്പിച്ചു കളയുന്ന കാര്യമാണ്. എന്നിട്ട് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് എന്തിനാണ്, ഏത് പ്രശസ്തിക്കാണ്, ഏത് ഔന്നത്യത്തിനാണ്, ഏത് ഉയർച്ചയാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് എന്ന് പറയാം. അതിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്ക് പറയുന്നുണ്ട്, വഅലം, നിങ്ങൾ മനസ്സിലാക്കണം, അന്ന നഫ്സ തുഹിബ്ബു റിഫഅത വൽ ഉലുവ അലാ അബ്നാഇ ജിൻസിഹാ,
ഏതൊരു മനുഷ്യനും അവന്റെ ചുറ്റുമുള്ള ആളുകളിൽ ഒന്ന് ഉയർന്നതാവണം, ഒരു ഉയർച്ച ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാകും. വമിൻ ഹാദാ നശഅൽ കിബ്ർ വൽ ഹസദ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് അഹങ്കാരവും അസൂയയും എല്ലാം ഉണ്ടായിട്ടുള്ളത്. വലാകിന്നൽ ആഖില യുനാഫിസു ബിൽ ഉലുവി ദായിമിൽ ബാഖി അല്ലദീ ഫീഹി റിദ്വാനുല്ലാഹി വഖുർബുഹു വജവാറുഹു. ബുദ്ധിയുള്ള ഒരുത്തൻ എന്നെന്നും നിലനിൽക്കുന്ന ഉയർച്ചയാണ് അവൻ ആഗ്രഹിക്കുക, ലക്ഷ്യം വെക്കുക. എന്താണ്? അള്ളാഹുവിന്റെ തൃപ്തി നേടുന്ന പരലോകത്തിലെ ഉയർച്ചയാണത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മത്സരിക്കാൻ, പരലോകത്തെ ഉന്നതമായ സ്ഥാനത്തിൽ മത്സരിക്കാൻ അള്ളാഹു തആല പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു തആല പറഞ്ഞു നോക്കൂ, വഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ. മത്സരിക്കുന്നവർ മത്സരിക്കേണ്ടത് പരലോകത്തിനും സ്വർഗത്തിനും വേണ്ടിയിട്ടാണ്. ഹസൻ ബസ്രി റഹിമഹുല്ലാ പറയാണ്, ഇദാ റഅയ്ത അർറജുല യുനാഫിസുക ഫിദ്ദുനിയ, ഒരാളെ നീ കാണുകയാണ്, അവൻ ദുനിയാവിന്റെ വിഷയത്തിൽ നിന്നോട് മത്സരിക്കുകയാണെങ്കിൽ ഫനാഫിസ്ഹു ഫിൽ ആഖിറ, പരലോകത്തിന്റെ വിഷയത്തിൽ അവരോട് മത്സരിക്കുക. അതായത് നമ്മളെക്കാൾ സമ്പത്തും അതുപോലെ വീടും സൗകര്യമുള്ള ഒരാളെ കാണുകയാണെങ്കിൽ അവൻ ചെയ്യുന്ന അമലുകളെക്കാൾ കൂടുതൽ അമൽ നമ്മൾ ചെയ്യണം. അവനുള്ള ഇൽമിനേക്കാൾ കൂടുതൽ ഇൽമ് നമ്മൾ നേടുക, പരലോകത്തിന് വേണ്ടി മത്സരിക്കുക. ഉഹൈബ് ഇബ്നുൽ വറദ് റഹിമഹുല്ലാ പറയാണ്, ഇനിസ്തതഅത അല്ലാ യസ്ബിഖക ഇലല്ലാഹി അഹദുൻ ഫഫ്അൽ. അല്ലാഹുവിലേക്ക് നിന്നെ മറ്റൊരാളും മറികടക്കാതിരിക്കാൻ നിനക്ക് സാധിക്കുമെങ്കിൽ നീ അങ്ങനെ ചെയ്യണം. അള്ളാഹുലേക്കുള്ള മത്സരത്തിൽ നിന്നെ മറ്റൊരാൾക്കും മുൻകടക്കാതെ നീയായിരിക്കണം മുൻപിൽ എന്ന് നിനക്ക് സാധിക്കുമെങ്കിൽ നീ അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞത് കാണാം. നമ്മൾ മത്സരിക്കേണ്ടത് പരലോകത്തിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് അവസാനമായി ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാ പറയുന്നത്, എങ്ങനെയാണ് ദുനിയാവിൽ ഈ പണം കൊണ്ടും പ്രശസ്തി കൊണ്ടുമുള്ള ഈ ഉയർച്ച, അതിനോട് സുഹൃദ് ഉണ്ടാവുക, അതിനോടൊരു വിരക്തി ഉണ്ടാവുക, അതിന് ഉപകരിക്കുന്ന ചില കാര്യങ്ങൾ പറയാണ്. ഒന്നാമത്തേത്, നദ്റുൽ അബ്ദി ഇലാ സൂഇ ആഖിബത്തി ശറഫ് ഫി ദുനിയ ബിൽ വിലായത്തി വൽ ഇമാറത്തി ലിമൻ ലാ യുഅദ്ദി ഹഖ്ഖഹാ ഫിൽ ആഖിറ. ദുനിയാവിൽ ഈ സ്ഥാനവും സമ്പത്തും അല്ലെങ്കിൽ പ്രശസ്തിയും ഇതെല്ലാം കിട്ടിയ ആളുകൾ അതിന്റെ ഹക്ക് വീട്ടിക്കൊടുക്കാതെ അവൻ പരലോകത്ത് അനുഭവിക്കുന്ന അവസ്ഥയെക്കുറിച്ച് ഉറ്റാലോചിക്കുക. അങ്ങനെയുള്ള ആളുകൾക്ക് അതിന്റെ ഹക്കുകൾ വീട്ടിക്കൊടുക്കാത്ത ആളുകളാണെങ്കിൽ ഗൗരവമേറിയ ശിക്ഷയാണ് നാളെ പരലോകത്ത് അവർക്കുള്ളത്. അതിനെക്കുറിച്ച് ആലോചിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം പറയുന്നത്, നദ്റുൽ അബ്ദി ഇലാ സവാബിൽ മുതവാളിഈന ലില്ലാഹി ഫിദ് ദുനിയ ബിർരിഫഅതി ഫിൽ ആഖിറ ഫഇന്നഹു മൻ തവാളഅ ലില്ലാഹി റഫഅഹു. അല്ലാഹുവിന് വേണ്ടി ഇവിടെ വിനയം കാണിച്ച, താഴ്മ കാണിച്ച ആളുകൾക്ക് പരലോകത്ത് കിട്ടുന്ന ഉയർച്ച, അതിനെക്കുറിച്ച് ആലോചിക്കുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ തവാളഅ ലില്ലാഹി റഫഅഹു. അല്ലാഹുവിന് വേണ്ടി ആരാണോ വിനയം കാണിക്കുന്നത് അല്ലാഹു അവനെ ഉയർത്തും. അതുപോലെ തന്നെ അതിൽപ്പെട്ടൊരു കാര്യമാണ്, ദുനിയാവിന്റെ ഉന്നതമായ ഈ കാര്യങ്ങൾ ഔന്നത്യത്തെ ഒഴിവാക്കാൻ ഉപകരിക്കുന്ന കാര്യമാണ്, വലൈസ ഹുവ ഫീ ഖുദ്റത്തിൽ അബ്ദ്. ഈ ഒരു കാര്യം, ഈ ദുനിയാവിലെ ഒരു ശ്രേഷ്ഠത ഔന്നത്യം എന്നുള്ളത് അടിമയുടെ കയ്യിൽപ്പെട്ട കാര്യമല്ല. വലാകിന്നഹു മിൻ ഫദ്ലില്ലാഹി വറഹ്മതിഹി, അത് അല്ലാഹു കൊടുക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ഒരു ആളുകൾക്കിടയിൽ ഒരു ഇസ്സത്ത് ഉണ്ടാവുക, ഒരു ഷറഫ് ഉണ്ടാവുക എന്നുള്ളത് അള്ളാഹു നൽകുന്നതാണ്. വമിൻഹാ അഫൻ മാ യുഅബ്ബിദുല്ലാഹു ഇബാദഹുൽ ആരിഫീന ഫീഹി അസ്സാഹിദീന ഫീമാ യഫ്നാ മിനൽ മാലി വശറഫ ബിമ്മാ യജ്അലുഹു അല്ലാഹു ലഹും ഫിദ് ദുനിയ മിനശ് ശറഫി തഖ്വ. സമ്പത്തും ഈ പ്രതാവും എല്ലാം ഒഴിവാക്കിയ ആളുകൾക്ക് തഖ്വയുടെ അടിസ്ഥാനത്തിൽ അള്ളാഹു കൊടുക്കുന്ന ആ ഷറഫ്, ആ ശ്രേഷ്ഠത. വഹൈബത്തുൽ ഖൽഖി ലഹും ഫി ദ്വാഹിർ, ബാഹ്യമായിട്ട് അങ്ങനെയുള്ള ആളുകൾക്ക് എന്താ ഉണ്ടാവുക? സൃഷ്ടികൾക്കൊരു ഭയം ഉണ്ടാവും. അതായത് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളെ കാണുമ്പോൾ ബാഹ്യമായിട്ട് അവരോടൊരു ബഹുമാനവും ഒരു ഭയവും അള്ളാഹു അവരുടെ ഖൽബിൽ ഇട്ടുകൊടുക്കും. വമിൻ ഹലാവത്തിൽ മഅരിഫത്തി വൽ ഈമാനി വത്താഅത്തി ഫിൽ ബാത്തിൻ, അവരുടെ ഉള്ളിലാണെങ്കിലോ അള്ളാഹുവിനെ അറിയുന്നതിലൂടെയുള്ളതും അതുപോലെ ഈമാനിന്റെയും അള്ളാഹുവിനെ അനുസരിക്കുന്ന ആസ്വാദനവും ഉണ്ടാകും. വഹിയൽ ഹയാത്തു ത്വയ്യിബത്തു ലത്തി വഅദഹു അല്ലാഹു ലിമൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ. അതാണ് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ള ഹയാത്തു ത്വയ്യിബ എന്ന് പറയുന്നത്. സൂറത്തുൽ നഹ്ലിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ള ഹയാത്തു ത്വയ്യിബ. അപ്പൊ തഖ്വ ഉണ്ടെങ്കിൽ ബാഹ്യമായിട്ട് എന്തുണ്ടാകും? ആളുകൾക്കൊരു ഹൈബത്ത് അള്ളാഹു ഇട്ടുകൊടുക്കും ആ തഖ്വയുള്ള ആളെ കാണുമ്പോൾ. അവന്റെ ഉള്ളിലാണെങ്കിലോ അള്ളാഹുവിനെ അറിയുന്നത് കൊണ്ടും ഈമാൻ കൊണ്ടും വലിയ ആസ്വാദനത്തിലായിരിക്കും. സലഫുകൾ പറഞ്ഞു നോക്കൂ, ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുല്ലാ പറയാണ്, വലൗ യഅലമുൽ മുലൂക് വഅബ്നാഉൽ മുലൂകി മാ നഹ്നു ഫീഹി ലജാലദൂനാ അലൈഹി ബിസ്സുയൂഫ്.
നമ്മൾ ഏതൊന്നിലാണ് എന്ന് രാജാക്കന്മാരും അവരുടെ മക്കളും അറിഞ്ഞിരുന്നെങ്കിൽ അത് നേടിയെടുക്കാൻ അവർ യുദ്ധം ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സലഫുസ് സാലിഹീങ്ങളിൽ ചില പറഞ്ഞത് കാണാം, മൻ അസ്അദു ബിത്താഅതി മിൻ മുത്തീഅ, അള്ളാഹുവിനെ അനുസരിക്കുന്നതിനേക്കാൾ സൗഭാഗ്യവനായിട്ട് ആരാണുള്ളത്? അലാ വകുല്ലുൽ ഖൈരി ഫിത്താഅ, എല്ലാ ഖൈറും അള്ളാഹുവിനെ അനുസരിക്കുന്നതിലാണ്. അലാ വഇന്നൽ മുതീഅ ലില്ലാഹി മാലികുൻ ഫിദ്ദുനിയ വൽ ആഖിറ, അള്ളാഹിനെ അനുസരിക്കുന്നവൻ ദുനിയാവിലും പരലോകത്തിലും രാജാവാണ്. ദുന്നൂൻ റഹിമഹുള്ള പറയാണ്, മൻ അക്രമ വഅസ്സ മിമ്മൻ ഇൻഖതഅ ഇലാ മൻ മലക്കൽ അശ്യാ ബിയദിഹി, എല്ലാ കാര്യങ്ങളും അധികാരപ്പെടുത്തിയിട്ടുള്ള അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനായി പോകുന്നവനേക്കാൾ ഇസ്സത്തുള്ള ആദരവുള്ള മറ്റാരാണുള്ളത് എന്ന് കാണാൻ സാധിക്കും. സലഫുകളുടെ ചരിത്രത്തിൽ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ, അഥവാ അള്ളാഹുവിനോടുള്ള ബന്ധം നന്നാക്കിയത് കൊണ്ട് മാത്രം ആളുകൾക്ക് മുമ്പിൽ ആ സ്ഥാനം ലഭിച്ചവർ. ഒരിക്കൽ ദഖല മുഹമ്മദ് ബിൻ സുലൈമാൻ റഹിമഹുല്ലാ അമീറുൽ ബസറ, ബസറയുടെ അമീറായിട്ടുള്ള മുഹമ്മദ് ബിൻ സുലൈമാൻ അല ഹമ്മാദ് ബിൻ സലമ, സലഫുകളിലെ ഇമ്മത്തുകളിൽപ്പെട്ട ഹമ്മാദ് ബിൻ സലമയുടെ അടുക്കൽ വന്നു. അങ്ങനെ ഹമ്മാദ് ബിൻ സൽമയുടെ അടുക്കൽ ഇരുന്ന് ചില കാര്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, യാ അബാ സലമ, ചോദിച്ചു, മാലി കുല്ലമാ നദർതു ഇലൈക ഇർതഅദ്തു ഫർഖൻ മിൻക. ഈ ആ അമീർ പറയാണ് ഹമ്മാദ് ബിൻ സലമയോട്, ഞാൻ എപ്പോഴൊക്കെ നിങ്ങൾ നോക്കുമ്പോഴും എനിക്ക് പേടി കാരണം ഒരു വിറ തോന്നുകയാണ് പറഞ്ഞു, പേടി കൊണ്ട് ഒരു വിറ തോന്നുകയാണ് പറഞ്ഞു. അപ്പൊ അദ്ദേഹം തിരിച്ചു പറഞ്ഞു കൊടുത്തു, لأن العالم إذا أراد بعلمه وجه الله خافه كل شيء. ഒരു ആലിം അവന്റെ ഇൽമു കൊണ്ട് അള്ളാഹുവിന്റെ വജ്ഹ് മാത്രമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവനെ കണ്ട് എല്ലാം ഭയപ്പെടും. പക്ഷെ ആ ഇൽമു കൊണ്ട് അവന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കാനാണ് നോക്കുന്നതെങ്കിൽ, അവന്റെ ഖജനാവ് വർദ്ധിപ്പിക്കാനാണ് നോക്കുന്നത് എങ്കിൽ അവൻ എല്ലാത്തിനെയും കണ്ട് പേടിക്കേണ്ടി വരും. അതുപോലെ തന്നെ സലഫുകൾക്ക് പറയാറുണ്ട്, അലാ ഖദ്രി ഹൈബതിക ലില്ലാഹ് യഖാഫുകൽ ഖൽഖ്, നിനക്ക് എത്രത്തോളമാണോ അള്ളാഹുവിന് നീ ഹൈബത്ത് കൊടുക്കുന്നത്, അള്ളാഹുവിനോടുള്ള ആ ഭയം, ആ ഒരു മഹത്വം നീ കൊടുക്കുന്നത്, അതുപോലെ സൃഷ്ടികൾ നിന്നെ ഭയപ്പെടും. വഅലാ ഖദ്രി മഹബ്ബതിക ലില്ലാഹ് യുഹിബ്ബുകൽ ഖൽഖ്, നിനക്ക് എത്രത്തോളമാണോ അള്ളാഹുവിനോടുള്ള ഇഷ്ടം അതുപോലെ സൃഷ്ടികളും നിന്നെ ഇഷ്ടപ്പെടും. വഅലാ ഖദ്രി ഇസ്തിഗാലിക ബില്ലാഹി തസ്തഗിൽ ഖൽഖു ബിഇശ്ഗാലിക്, നീ എത്രത്തോളമാണോ അള്ളാഹുവിലേക്ക് പൂർണ്ണമായി ആവശ്യക്കാരനാകുന്നത് അതുപോലെ സൃഷ്ടികൾ നിന്നിലേക്കുമായി വരുന്ന അവസ്ഥയുണ്ടാകും. മറ്റൊരു സംഭവം കാണാം. വകാന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു യൗമ യംശി വവറാഅഹു ഖൗമുൻ മിൻ കിബാരിൽ മുഹാജിരീൻ, ഉമർ റളിയല്ലാഹുവിന്റെ പിന്നിലായിട്ട് മുഹാജിറുകളിൽപ്പെട്ട വലിയ ആളുകളുണ്ട്, പ്രായം ചെന്ന ആളുകളുണ്ട്. ഫൽതഫത ഫറആഹും, ഉമർ റളിയല്ലാഹു തിരിഞ്ഞു നോക്കി, അവരെ നോക്കി, അവരെ കണ്ടു. ഫഖറു അലാ റക്ബിഹിം ഹൈബതൻ ലഹു, ഉമർ റളിയല്ലാഹുവിനെ കണ്ട ആ ഒരു ഭയത്തിൽ ബഹുമാനത്തിൽ അവർ മുട്ടുകുത്തി നിന്നുപോയി. ഫബക, ഇത് കണ്ടപ്പോ ഉമർ റളിയല്ലാഹു കരയാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നക തഅലമു അന്നി അഖ്വഫു ലക മിൻഹും ഫഗ്ഫിർലി, അല്ലാഹ് നിനക്കറിയാം ഇവരെക്കാൾ ഞാൻ നിന്നെ ഭയപ്പെടുന്നുണ്ടെന്ന് നിനക്കറിയാം, എനിക്ക് പുറത്തു തരണമെന്ന് പറഞ്ഞു. മറ്റൊരിക്കൽ സലഫുകൾ പെട്ട ഉമർ റഹിമഹുല്ലാ, അദ്ദേഹം ഖദ് ഖറജ ഇലൽ കൂഫ ഇലർ റഷീദ് ലിയഅദഹു വയൻഹാ, അദ്ദേഹം ഒരിക്കൽ കൂഫയുടെ അമീറിന്റെ അടുക്കലേക്ക് വന്നു, കുറച്ച് കാര്യങ്ങൾ ഉപദേശിക്കാനൊക്കെ വന്നതാണ്. فوقع الرعب في عسكر الرشيد لما سمعوا بنزوله حتى لو نزل بهم عدو 100,000 نفس لما زادوا على ذلك. ആ അമീറിന്റെ സൈന്യം 100,000 ശത്രുക്കൾ വന്ന് യുദ്ധം ചെയ്യാൻ നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന ഭയത്തിനേക്കാൾ ഇദ്ദേഹം വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ അവരുള്ളിൽ ഭയം ഉണ്ടായി. കാരണം റുഅബ് ഉണ്ടായി, കാരണം അത്രയും അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളായതുകൊണ്ട്. വകാന ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാ, ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാ അദ്ദേഹത്തെ പറ്റി പറയാണ്, ലാ യസ്തതിഉ അഹദുൻ അൻ യസ്അലഹു ഹൈബതൻ ലഹു, അദ്ദേഹത്തിനോടുള്ള ഒരു ഭയവും ബഹുമാനം കാരണത്താൽ ആളുകൾക്ക് ചോദിക്കാൻ സാധിക്കാറുണ്ടായിരുന്നില്ല, എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കാൻ പേടിയായിരുന്നു. വകാന ഖവാസു അസ്ഹാബിഹി യജ്തമിഊന വയത്ലുബു ബഅദുഹും മിൻ ബഅദിൻ അൻ യസ്അലൂഹു അനിൽ മസ്അല, ചില മസ്അലയെ കുറിച്ച് ചോദിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ വേറെ പലരോടൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു ഒന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. فإذا حضروا مجلسه لم يجبروا على سؤاله حتى ربما مكثوا على ذلك سنة كاملة
ഹൈബത്തൻ ലഹു, ആ സദസ്സിൽ ഇങ്ങനെ അദ്ദേഹത്തിന്റെ സദസ്സിലായിട്ടിരിക്കും. പക്ഷെ ചോദിക്കാനുള്ള ആ ഒരു ഭയവും അദ്ദേഹത്തിനുള്ള ബഹുമാനം കാരണത്താൽ ഒരു വർഷത്തോളം ആ മസല ചോദിക്കാതെ അവർ ആ സദസ്സുകളിൽ ഇരുന്ന് സമയം പോകുമായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സൽഫുകളിൽ പെട്ട വകാന യസീദുൽ ഉഖൈലി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാറുണ്ട്, മൻ അറാദ ബിഇൽമിഹി വജ്ഹല്ലാഹ്, ആരെങ്കിലും അവന്റെ അറിവ് കൊണ്ട് അള്ളാഹുവിന്റെ വജ്ഹാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അഖ്ബലല്ലാഹു അലൈഹി ബിവജ്ഹി, അള്ളാഹു അവനിലേക്കും തിരിയും. വഅഖ്ബല ബിഖുലൂബിൽ ഇബാദി അലൈഹി, അടിമകളുടെ ഖൽബിലെ അവനേക്ക് തിരിക്കും. വമൻ അമില ലിഗൈരില്ലാഹ്, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടിയാണ് ഒരാൾ കർമ്മം ചെയ്യുന്നതെങ്കിൽ സ്വറഫല്ലാഹു വജ്ഹഹു, അള്ളാഹു അവനിൽ നിന്ന് തിരിയും. വസറഫ ഖുലൂബൽ ഇബാദി അൻഹു, ആ അടിമകളുടെ ഹൃദയവും അവനിൽ നിന്ന് തെറ്റിക്കുകയും ചെയ്യും. അതുപോലെ വഹ്ബ് ഇബ്നു മുനബ്ബിഹ് റഹിമഹുല്ലാഹ് ഒരിക്കൽ മക്ഹൂൽ റഹിമഹുല്ലക്ക് എഴുതുകയാണ്. സലഫുകൾ പരസ്പരമുള്ള നസീഹത്ത്. മഖ്ബൂൽ റഹിമഹുല്ലാഹ് അറിയപ്പെട്ട ആലിമാണ്, ആളുകളുടെ ഇടയിൽ വളരെ ശുഹ്റത്തുള്ള ആലിമാണ്. അപ്പൊ അദ്ദേഹത്തിന് എഴുതുകയാണ്, അമ്മാ ബഅദ് ഫഇന്നക അസ്ബഹത ബിളാഹിരി ഇൽമിക ഇൻദന്നാസി ശറഫൻ വമൻസിലതൻ, നീ ആളുകൾക്കിടയിൽ ജനങ്ങൾക്കിടയിൽ നിന്റെ അറിവ് കൊണ്ട് നിനക്ക് ഉന്നതമായ സ്ഥാനവും ഷറഫൊക്കെ ഉണ്ട്. ഫത്ലുബ് ബിബാതിനി ഇൽമിക ഇൻദല്ലാഹി മൻസിലതൻ വസുൽഫ, നീ എന്ത് ചെയ്യണം? നിന്റെ ബാത്തിനായ ഇൽമു കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനം നേടാൻ നീ ശ്രമിക്കണം. വഅലം, നീ മനസ്സിലാക്കണം, അന്ന ഇഹ്ദൽ മൻസിലതൈനി തംനഉ മിനൽ ഉഖ്റാ, അതിലൊന്നുണ്ടെങ്കിൽ അത് മറ്റേതിനെ തടയും. ഇത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാഹ് പറയാണ്, വമഅന ഹാദാ, ഇതുകൊണ്ടുള്ള ഉദ്ദേശം أن العلم الظاهر من تعلم الشرائع والأحكام والفتاوى والقصص والوعظ ونحو ذلك مما يظهر للناس يحصل به لصاحبه عنده منزلة وشرفا. അഥവാ ലാഹിറായ ഇൽമ എന്ന് പറഞ്ഞാൽ ദീനിന്റെ അഹ്കാമുകളും ഫത്വകളും അതുപോലെ ഉപദേശങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം പറയുക വഴി ആളുകൾക്കിടയിൽ എന്ത് കിട്ടും? ഒരു സ്ഥാനം കിട്ടും. ആളുകൾക്കിടയിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാനം ഉണ്ടാവും. വൽ ഇൽമുൽ ബാത്തിൻ ഫിൽ ഖുലൂബി മിൻ മഅരിഫത്തില്ലാഹ്, എന്നാൽ ബാത്തിനായി അവന്റെ ഖൽബിൽ ഉണ്ടാകേണ്ട അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ്, വഖശിയതിഹി, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം, വമഹബ്ബതിഹി, അള്ളാഹുവിനോടുള്ള ഇഷ്ടം, വമുറാഖബതിഹി, അള്ളാഹുവിനോടുള്ള അള്ളാഹു തന്നെ നോക്കുന്നുണ്ട് എന്നുള്ള ബോധം, വലുൻസിബിഹി, അള്ളാഹുവിനോടുള്ള അടുപ്പം, വശൗഖി ഇലാ ലിഖാഹി, അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹം, വതവക്കുലി അലൈഹി, അള്ളാഹുവിലുള്ള ഭരമേൽപ്പിക്കൽ, വരിളാ ബിഖലാഹി, അള്ളാഹുവിന്റെ വിധിയിലുള്ള തൃപ്തി, വലിഇറാദി അൻ അർദി ദുനിയ അൽഫാനി, ദുനിയാവിന്റെ ഈ വസ്തുക്കളോടുള്ള അതിനോടുള്ള താല്പര്യമില്ലായ്മ, വലിഇഖ്ബാലി അലാ ജൗഹരിൽ ആഖിറത്തിൽ ബാഖി, നിലനിൽക്കുന്ന പരലോകത്തിനോടുള്ള അതിനായിട്ടുള്ള മുന്നിടൽ. കുല്ലു ഹാദാ യൂജിബു ലിസാഹിബിഹി ഇൻദല്ലാഹി മൻസിലതൻ വസുൽഫ, ഇതുപോലുള്ള കാര്യങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനം നേടിത്തരും. അതായത് ഏതൊരു ഇൽമുള്ള വ്യക്തിയും അല്ലെങ്കിൽ ദാഇയും അതുപോലുള്ള ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, ബാഹ്യമായിട്ട് ആളുകൾക്കിടയിൽ നമുക്ക് സ്ഥാനം ലഭിച്ചു, പേര് ലഭിച്ചു, പ്രശസ്തി ലഭിച്ചു എന്നുള്ളതല്ല. അത് നമ്മൾ പറയുന്ന സംസാരം കൊണ്ടും നമ്മൾ പറയുന്ന ഇൽമു കൊണ്ടും ദീനിന്റെ കാര്യങ്ങൾ പറയുന്നത് കൊണ്ടും നമുക്ക് ലഭിക്കും. പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനം ലഭിക്കണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ബാത്തിനായ ഇൽമു കൊണ്ട് ലഭിക്കണം. നമുക്ക് വഹ്ബ് ഇബ്നു മുനബ്ബിഹ് റഹിമഹുല്ലാഹ് മഖ്ബൂൽ റഹിമഹുല്ലാഹ് കൊടുക്കുന്ന ഈ നസീഹത്തും ഈ ഉപദേശവും നോക്കി നോക്ക്. അപ്പൊ ഏതൊരു പ്രത്യേകിച്ച് തുല്ലാബുകൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദ, ആരാണോ യഥാർത്ഥ ഈമാൻ ഉള്ളത്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്, അവനോടുള്ള ഇഷ്ടം അല്ലാഹു തആല എല്ലാവരുടെ ഖൽബിലും ഇട്ടുകൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, ഇന്നല്ലാഹ ഇദാ അഹബ്ബ അബ്ദൻ, അല്ലാഹു ഒരു അടിമയെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, നാദാ യാ ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിക്കും, ഇന്നി യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബഹു, ഇന്നാലിനാളെ എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്, നീയും അവനെ ഇഷ്ടപ്പെടണം. ഫയുഹിബ്ബുഹു ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം അത് ഇഷ്ടപ്പെടും. സുമ്മ യുഹിബ്ബുഹു അഹ്ലുസ് സമാ, അങ്ങനെ ആകാശത്തിലുള്ള എല്ലാവരും അവൻ ഇഷ്ടപ്പെടും. സുമ്മ യൂളഉ ലഹുൽ ഖബൂലു ഫിൽ അർദ്, അങ്ങനെ ആ ഇഷ്ടം ഭൂമിയിലേക്ക് ഇറക്കുകയും ചെയ്യും. അവസാനം പറയാണ്, വബികുല്ലി ഹാൽ, ഏതൊരു അവസ്ഥയിലാണെങ്കിലും, ഫത്വലബു ശറഫിൽ ആഖിറ യുഹ്സലു മഅഹു ഷറഫുൻ ഫിദ്ദുനിയ വഇല്ലം യുരിദ്ഹു സാഹിബുഹു വലം യത്ലുബുഹു, അതായത് ഒരാൾ പരലോകത്തെ ഷറഫാണ് ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ച അവൻ തേടിയിട്ടില്ലെങ്കിലും ദുനിയാവിന്റെ ഷറഫ് അവനെ തേടി വരും. വതലബു ശറഫി ദുനിയ ലാ യുജാമിഉ ശറഫൽ ആഖിറ വലാ യുജ്തമഉ മഅഹു, ആരെങ്കിലും ദുനിയാവിന്റെ പ്രശസ്തിയാണ് തേടുന്നത് എങ്കിൽ പരലോകത്തെ അവന് കിട്ടൂല, അത് ഒരുമിച്ച് ഉണ്ടാവില്ല. എന്നിട്ട് പറയാണ്, വസഈദു മൻ ആഥറൽ ബാഖി അൽ ഫാനി,
സൗഭാഗ്യവാൻ, ബുദ്ധിയുള്ളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നഷ്ടപ്പെട്ടു പോകുന്നതിനേക്കാൾ ബാക്കി നിലനിൽക്കുന്നതിന് സ്ഥാനം കൊടുക്കുന്നതാണ്. കമാ ഫി ഹദീസ് അബി മൂസ റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മൻ അഹബ്ബ ദുനിയാഹു അവർറ ബി ആഖിറതിഹി, ആരെങ്കിലും ദുനിയാവിനെ ഇഷ്ടപ്പെട്ടാൽ പരലോകം കൊണ്ട് ചില ദോഷങ്ങൾ അവനുണ്ടാകും. വമൻ അഹബ്ബ ആഖിറതഹു, ആരെങ്കിലും പരലോകത്തെ ഇഷ്ടപ്പെട്ടാൽ അവർറ ബി ദുനിയാഹു, ദുനിയാവിൽ ചില ഞെരുക്കങ്ങളൊക്കെ അവനുണ്ടാകും. ഫആസിറു മാ യബ്ഖാ അലാ മാ യഫ്നാ, നിലനിൽക്കുന്നതിന് നശിച്ചു പോകുന്നതിനേക്കാൾ നിങ്ങൾ എന്ത് കൊടുക്കുക? പ്രാതിനിധ്യം കൊടുക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ദീന് കൊണ്ട്, നമ്മുടെ അമല് കൊണ്ട്, നമ്മുടെ ഇൽമു കൊണ്ട് നാം ലക്ഷ്യം വെക്കേണ്ടത് അള്ളാഹു മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് ദുനിയാവിലെ എല്ലാവിധ ഷറഫും നമ്മോടൊപ്പം വരും. ദുനിയാവിൽ നമുക്ക് വിധിക്കപ്പെട്ട സമ്പത്തിൽ അതിലൊരു കുറവും വരാൻ പോകുന്നില്ല. നമ്മൾ എത്ര ആർത്തി കാണിച്ചാലും നമുക്ക് തീരുമാനിക്കപ്പെട്ട റിസ്ഖല്ലാതെ നമുക്ക് കിട്ടാൻ പോകുന്നില്ല. നമ്മൾ എത്ര ആർത്തി കാണിച്ചാലും അള്ളാഹുവിന്റെ അടുക്കലുള്ള ഷറഫല്ലാതെ ദുനിയാവിലൊരു ഷറഫും കിട്ടാൻ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളോടുള്ള അതിയായ ആഗ്രഹം, അത്യാഗ്രഹം, ആർത്തി നമുക്കുണ്ടെങ്കിൽ അത് നമ്മുടെ ദീനിനെ ഫസാദാക്കി കളയും. അതുകൊണ്ട് അത് ഒഴിവാക്കി അള്ളാഹുവിനോട് ഇഖ്ലാസോടുകൂടി അള്ളാഹുവിനെ മാത്രം ലക്ഷ്യം വെച്ച് ചെയ്താൽ, അമലുകൾ ചെയ്താൽ ദുനിയാവ് നമ്മുടെ പിന്നാലെ വരികയും ചെയ്യും. അതാണ് ഈ ഹദീസിന്റെ ആശയത്തിൽ പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. ഈ ഹദീസ് ഒന്നുകൂടി വായിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ദിബാനി ജായിആനി ഉർസില ഫീ ഗനമിൻ ബിഅഫ്സദ ലഹാ മിൻ ഹിർസിൽ മർഇ അലൽ മാലി വശറഫി ലിദീനിഹി, ഒരാളുടെ ദീനിന് സമ്പത്തിനോടും അതുപോലെ തന്നെ പ്രതാപത്തിനോടുമുള്ള ആർത്തി ഉണ്ടാക്കുന്ന ദോഷം അത്രത്തോളം വരില്ല രണ്ട് ചെന്നായ്ക്കൾ ഒരാട്ടിൻകൂട്ടത്തിൽ ഉണ്ടാക്കുന്ന ഫസാദ്. അതിനേക്കാൾ ദോഷമായിരിക്കും ഒരുത്തിന്റെ ദീനിന് ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടാക്കുക. അതുകൊണ്ട് നാം ചിന്തിക്കുക, സലഫുകൾ അവർ അള്ളാഹുവിനെ മനസ്സിലാക്കിയതും അവരുടെ രഹസ്യം അത് അള്ളാഹുവിന് വേണ്ടി മാത്രം അവർ നൽകാൻ തയ്യാറായതും അള്ളാഹുവിലേക്ക് മാത്രം അവർ ലക്ഷ്യം വെച്ചതും അള്ളാഹുമായിട്ടുള്ള അടുപ്പം അവർ കാത്തു സൂക്ഷിച്ചതും അത് മനസ്സിലാക്കുക. ലാഹിറായി ആളുകൾ എന്ത് കണ്ടു, എന്ത് പറഞ്ഞു, ആളുകൾ എന്ത് സ്ഥാനം നൽകി എന്നുള്ളതല്ല, അള്ളാഹുവിന്റെ അടുക്കൽ നമ്മൾ എന്തായി എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. أقول قولي هذا أستغفر الله لي ولكم واستغفروا إنه هو الغفور الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.